വാനം പാർത്ത് Good morning. Okay. എല്ലാവരും പെട്ടെന്ന് തന്നെ ക്ലാസ്സിൽ കയറാം കേട്ടോ. സെബിനെ ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കാമോ? എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. എല്ലാവരും ആക്കി നമ്യ, എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? രാവിലത്തെ കഴിഞ്ഞോ? എല്ലാവരുടെയും കഴിഞ്ഞു. ഓക്കെ, പെട്ടെന്ന് തന്നെ കയറിക്കോളൂ കേട്ടോ എല്ലാവരും. ഓക്കെ ഡോണ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ശരി, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് പറയാണ്. ഓക്കെ, വിഷ്ണു, ശരണ്യ, ഷാന്നാണല്ലേ പേര്, ഷാ വടക്കേരി. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മള് ഷാജിത. ഓക്കെ, ഹെന, പേര് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചല അല്ലെ, ചല. ഓക്കെ, ശരി. എല്ലാവരും രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇപ്പോഴും രാവിലെ ക്ലാസ്സിൽ ഇരിക്കുമ്പോ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിരിക്കുന്നു കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് നല്ല എനർജി ഉണ്ടായിരിക്കും. ഫ്രീ ആയി. ഓക്കെ, അപ്പൊ ഇന്നലെ നമ്മള് ഇൻട്രൊഡക്ഷൻ ക്ലാസ് അല്ലെ, ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും അത് ടെക്സ്റ്റ് ബുക്ക് ഉള്ളവരുടെ കാര്യമാണ്. വായിച്ചൊക്കെ നോക്കിയിരുന്നു എല്ലാവരും. ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ലല്ലോ, എളുപ്പമുള്ള കാര്യങ്ങളാണ്. നോക്കിയായിരുന്നോ അതൊക്കെ? നോക്കി. അപ്പൊ നമ്മൾ ഇങ്ങനെ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന വാക്കിന്റെ ഒറിജിൻ എവിടെ നിന്നാണുള്ളത് പഠിച്ചു അല്ലെ. ഏത് വാക്കിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്? ഏത് വാക്കിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നത് എന്ന് പറയാമോ? ആരെങ്കിലും ഒരാൾ പറയൂ. ലാറ്റിൻ വേർഡ്. കറക്റ്റ് ആണ് കേട്ടോ. അവസാനം കറക്റ്റ് ആണ്. കറക്റ്റ് ആണ് കേട്ടോ. ഡാനിയ, ഡോണ, നവ്യ, അനുപമ. ഹോസ്പിറ്റൽ അല്ലെ, ലാറ്റിൻ പദമായിട്ടുള്ള ഹോസ്പിറ്റൽ എന്ന വാക്കിൽ നിന്നാണ് ഹോസ്പിറ്റൽ എന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്ത് വന്നത് അല്ലെ. ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം എന്താണെന്നാ പറഞ്ഞത്? മീനിങ് പറഞ്ഞില്ലേ നമ്മള്? എന്തായിരുന്നു? ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ശരണ്യ, അഞ്ചല, എന്താണ്? റെസ്റ്റോറേറ്റർ എന്നാണ്. എന്താണ്?
കിടപ്പ് രോഗികളല്ല, ഗസ്റ്റ് ഓർ വിസിറ്റർ എന്നാണ് പറയുന്നത് കേട്ടോ. അതിഥി അല്ലെങ്കിൽ സന്ദർശകൻ അങ്ങനെയുള്ള ഒരു അർത്ഥമുണ്ട്. അതുകൂടാതെ അതിഥിക്കോ സന്ദർശകനോ താമസ സൗകര്യം ഒരുക്കുന്ന വ്യക്തി എന്നുള്ള മീനിങ് ഉണ്ട്. രണ്ട് മീനിങ് നമ്മൾ പറഞ്ഞു അല്ലെ. എന്താണ് കിടപ്പ് രോഗികൾ എന്നല്ലേ പറഞ്ഞത്? അത് ഹോസ്പൈസ് ആണ്, അഭയ കേന്ദ്രം എന്നുള്ള അർത്ഥമാണ്. ഹോസ്പിറ്റൽ എന്ന് പറയുന്ന വാക്ക് ഹോസ്പിറ്റൽ എന്ന ലാറ്റിൻ പദമാണ്. ആ ലാറ്റിൻ പദത്തിന്റെ മീനിങ് ആണ് കേട്ടോ. അതിന്റെ ക്ലിയർ ആയിട്ട് വിചാരിക്കും. പിന്നെ നമ്മള് WHO ഫുൾ ഫോം എന്ന് പറഞ്ഞേ. WHO ഫുൾ ഫോം എന്താണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഹെൽത്ത് ഓർഗനൈസേഷൻ. വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. നമ്മളിപ്പോ കോവിഡ് ഒക്കെ വന്ന സമയത്തൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളത് എല്ലാവർക്കും അറിയാവുന്നത് അല്ലെ. WHO എന്ന് പറഞ്ഞാൽ വേൾഡ് ഹെൽത്ത്. കറക്റ്റ് ആണ് കേട്ടോ. ശരണ്യ, ഡോണ, സാന്ദ്ര മോൾ കറക്റ്റ് ആണ്. ഓക്കെ, അത്രയും നമ്മൾ ഇന്നലെ പഠിച്ചു അല്ലെ. പിന്നെ 3 ഡെഫിനിഷൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ പുതിയൊരു ചാപ്റ്റർ ഇന്നലെ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. സഞ്ജിന, അനുപമ, നവ്യ കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇന്ന് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്ക് കിട്ടിയാൽ വേറെ വിഷയമൊന്നുമില്ല കേട്ടോ. അതുവരെ നിങ്ങൾ ജസ്റ്റ് ഒരു നോട്ടിൽ വെറുതെ പോയിന്റുകൾ മാത്രം ഒന്ന് എഴുതി വെച്ചാൽ മതി കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് കിട്ടുമ്പോ പിന്നെ പ്രശ്നമൊന്നുമില്ല. അതിൽ തന്നെ നമുക്ക് വായിച്ച് അതിൽ തന്നെ എഴുതാം. ശരി, അപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഓൾ മ്യൂട്ട് കൊടുക്കാണ്. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? എല്ലാവർക്കും സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. അപ്പൊ നമുക്കിനി ക്ലാസ്സിലോട്ട് പോവാം കേട്ടോ. നമ്മൾ വളരെ പതുക്കെ എടുക്കുന്നുള്ളൂ. കാര്യം ടെക്സ്റ്റ് ബുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ വളരെ സ്ലോവില് പോകുന്നുള്ളൂ കേട്ടോ. പക്ഷെ മിക്കവാർക്കും കിട്ടി തുടങ്ങിയാൽ നമ്മളൊക്കെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് സ്പീഡിൽ എടുക്കും കേട്ടോ. കുറച്ചും കൂടി സ്പീഡിൽ നമ്മൾ ക്ലാസ് പോകും. ഓക്കെ, അപ്പൊ നോക്കാം. ചാപ്റ്റർ നമ്പർ 4 കേട്ടോ. 4ാമത്തെ ചാപ്റ്റർ ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റലിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോ നമ്മൾ ലിസ്റ്റ് തുടങ്ങി വെച്ച കാര്യമാണ് വായിക്കാൻ നമുക്ക്. There are different types of hospital and each type has its own characteristics, strength and limitations. Owing to the variation in types, it is necessary to classify to understand its type. അല്ലെ, എന്താണ് അവിടെ പറയുന്നത് നമുക്കറിയാം അല്ലെ. നമുക്കിപ്പോ ധാരാളമായിട്ട് ഇഷ്ടം പോലെ ഒരുപാട് ടൈപ്പ് ഓഫ് ഹോസ്പിറ്റലുകൾ നമുക്ക് ചുറ്റും കാണാനായിട്ട് നമുക്ക് സാധിക്കും അല്ലെ. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുണ്ട്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുണ്ട്, ചെറിയ ചെറിയ ഹോസ്പിറ്റലുകളുണ്ട്. അങ്ങനെ ഒരുപാടുണ്ട് നമുക്ക് ചുറ്റും അല്ലെ. ആയുർവേദമുണ്ട്, ഹോമിയോപ്പതി ഉണ്ട്, അലോപ്പതി ഉണ്ട് അല്ലെ. അങ്ങനെ എന്തെല്ലാം ടൈപ്പുകളാണ് നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്നത്. അപ്പൊ ഓരോ ഹോസ്പിറ്റൽ എടുക്കുകയാണെങ്കിൽ അതിന് അതിൻ്റെതായ ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് അല്ലെ, സവിശേഷതകളുണ്ട്, അതിൻ്റെതായ പരിമിതികൾ, ലിമിറ്റേഷൻസ് ഉണ്ട്, സ്ട്രെങ്ത്തും ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോ ഹോസ്പിറ്റലിനെ പറ്റി പഠിക്കുന്നതിനായിട്ട് നമ്മൾ എങ്ങനെ പഠിക്കണം? അതിനെ ക്ലാസിഫൈ ചെയ്ത് വേണം മനസ്സിലാക്കാനായിട്ട് അല്ലെ. നമ്മൾ അതിനെ തരം തിരിച്ചുകൊണ്ട് വേണം ഓരോന്നിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ആണല്ലോ. അപ്പൊ അങ്ങനെ ഒരു ചാപ്റ്റർ ആണ് ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ 6 ഫാക്ടറിനെ ബേസ് ചെയ്തിട്ട് കേട്ടോ, 6 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിനെ പലതായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ചിലതിന് നമ്മൾ 3 ടൈപ്പായിട്ടാവും ക്ലാസിഫൈ ചെയ്യുന്നുണ്ടാവുക, മറ്റു ചിലതിൽ 2 ടൈപ്പായിട്ടായിരിക്കും. അങ്ങനെ ഓരോ ഇതുണ്ട്. അപ്പൊ ഓരോ ഫാക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ, അതിന്റെ കുറെ പ്രത്യേകതകളും പിന്നെ എക്സാമ്പിളുകളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനെ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. എളുപ്പമുള്ള ചാപ്റ്റർ ആണ്, വളരെ എളുപ്പമാണ് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. കുറെയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം. ഹോസ്പിറ്റൽ ക്യാൻ ക്ലാസിഫൈ ഓൺ ദ ഫോളോയിങ് ബേസിസ്. നമുക്ക് ഹോസ്പിറ്റലിൽ പ്രധാനമായിട്ടും ഇവിടെ 6 ഫാക്ടേഴ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ 6 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലുകളെ തരംതിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് 6 ഫാക്ടേഴ്സ് ഏതൊക്കെയാണുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ എന്താന്ന് നോക്കിയേ, സൈസ് ആണ്. അതാണ് സൈസ് അല്ലെ, വലിപ്പമാണ്. ആ വലിപ്പം എന്ന് പറയുമ്പോൾ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കരുത് ഹോസ്പിറ്റലിന്റെ കെട്ടിടത്തിന്റെ വലിപ്പം അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ്, അത് വേറൊരു ഫാക്ടറാണ്. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, സൈസ് ഒന്നാമത്തെ എന്താണ്, വലിപ്പമാണ് അല്ലെ. രണ്ടാമത്തെ എന്താണ്, ലെവൽ ഓഫ് കെയർ. എന്താണ്,
ലെവൽ ഓഫ് കെയർ, പരിചരണത്തിന്റെ നിലവാരം അഥവാ സ്റ്റാൻഡേർഡ് ഓഫ് കെയർ എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ. ആ കൊടുക്കുന്ന പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്ന പരിചരണത്തിന്റെ നിലവാരം, അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. എന്ന് പറഞ്ഞാല് ചില സ്ഥലങ്ങളിൽ എന്താണ് പ്രാഥമികമായിട്ടുള്ള പരിചരണങ്ങൾ കൊടുക്കും, മറ്റു ചിലയിടത്താണെങ്കിലോ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പരിചരണങ്ങൾ കൊടുക്കും. ഇനി മറ്റു ചിലയിടത്ത് സ്മോളിനും ഈ പറയുന്ന അഡ്വാൻസ്ഡ് ഇടയിലുള്ള ഒരു റീസണബിൾ ലെവൽ ഓഫ് കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളും ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ നമുക്ക് തരത്തിരിക്കാം, അതാണ് അവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. ലെവൽ ഓഫ് കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? പരിചരണത്തിന്റെ നിലവാരം. ഓക്കെ, അപ്പൊ അത് ഒരു ഫാക്ടറാണ്. മൂന്നാമത്തെ പറയുന്നത് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ്. എന്താണ് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ്? എന്താണ് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? അതായത് ഓരോ ഹോസ്പിറ്റലുകളും അവര് ഓഫർ ചെയ്യുന്ന ചില സ്പെഷ്യലൈസ്ഡ് കെയർ ഉണ്ട്. അല്ലെങ്കിൽ ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് അവര് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പരിചരണങ്ങൾ കൊടുക്കുന്നുണ്ടായിരിക്കാം, സ്പെഷ്യാലിറ്റി കെയർ കൊടുക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ടും നമുക്ക് ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യാം. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കൂട്ടെ, ജസ്റ്റ് ഞാനൊരു ഫാക്ടർ മാത്രം ഒന്ന് പറയുന്നതാണ്. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ മൂന്നാമത്തെ അതാണ് കേട്ടോ, ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ്. അടുത്തത് ഏതാണ്? നാലാമത്തെ ഫാക്ടർ ഓണർഷിപ്പ്. ഓണർഷിപ്പ് എന്താണ്? ഉടമസ്ഥാവകാശം അല്ലെ. നമുക്കറിയാം നമ്മുടെ ചുറ്റും പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്, അതുപോലെ തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഉണ്ടല്ലോ. അത് തന്നെയാണ്, അത് ഉടമസ്ഥാവകാശത്തിന് ബേസ് ചെയ്തിട്ടാണ് അല്ലെ. ഗവൺമെന്റ് ഓൺഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ഉണ്ട്, പ്രൈവറ്റ് ഓണർഷിപ്പ് ഉള്ള ഹോസ്പിറ്റലുകൾ ഉണ്ട്. അത് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഓണർഷിപ്പ്, ഉടമസ്ഥാവകാശം. ഓക്കെ, പിന്നെന്താണ് വരുന്നത്? സിസ്റ്റം ഓഫ് മെഡിസിൻ അല്ലെ. സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചികിത്സാ സമ്പ്രദായങ്ങളാണ് അഥവാ ചികിത്സാ രീതികളാണ് അല്ലെ. നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ എല്ലാ സിസ്റ്റം ഓഫ് മെഡിസിൻസും നമ്മുടെ ഇന്ത്യയിലുണ്ട്. ആയുർവേദം ഉണ്ടല്ലോ, അലോപ്പതി ഉണ്ട്, ഹോമിയോപ്പതി ഉണ്ട്, യുനാനി ഉണ്ട്. അതൊക്കെ എന്താണ്? ഓരോരോ സിസ്റ്റം ഓഫ് മെഡിസിൻസ് ആണ്, വിവിധ തരത്തിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങളാണ്, ചികിത്സാ രീതികളാണ്. മറ്റുള്ള രാജ്യങ്ങളുടെ പോലെയുള്ള നമ്മുടെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഒരുവിധം എല്ലാ സിസ്റ്റം ഓഫ് മെഡിസിൻസും നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. ഓക്കെ, പിന്നെന്താണ്? അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യാം. പിന്നെ എന്താ പറയുന്നത്? ലെങ്ത് ഓഫ് സ്റ്റേ. എന്താണ് ലെങ്ത് ഓഫ് സ്റ്റേ? താമസത്തിന്റെ ദൈർഘ്യം. ആരുടെ താമസത്തിന്റെ ദൈർഘ്യമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ആരുടെയാണ്? പേഷ്യൻസിന്റെയാണ് അല്ലെ, രോഗികളുടെയാണ്. രോഗികള് അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിൽ ചെലവഴിക്കുന്ന ആ ഒരു ദിവസങ്ങളുടെ, അല്ലെങ്കിൽ അവര് എത്ര നാൾ അവരുടെ പരിചരണത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്നുണ്ട്, ആ ഒരു താമസം, ആ ഒരു സ്റ്റേയുടെ ദൈർഘ്യമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ, ലെങ്ത് ഓഫ് സ്റ്റേ എന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയും 6 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ്? ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒന്ന് സൈസ് അല്ലെ, വലുപ്പമാണ്. രണ്ടാമത്തെ എന്താണ്? ലെവൽ ഓഫ് കെയർ അല്ലെ, പരിചരണത്തിന്റെ നിലവാരം. മൂന്നാമത്തെ എന്താണ്? ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി അല്ലെ, ഓരോ ഹോസ്പിറ്റലിൽ അവർ ഓഫർ ചെയ്യുന്ന ചില സ്പെഷ്യലൈസ്ഡ് പരിചരണങ്ങളുണ്ട്, അതാണ് അവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി, ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ, ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിനാണ് അവിടെ സ്പെഷ്യലൈസ്ഡ് കെയർ കൊടുക്കുന്നത് അല്ലെ. അതുപോലെ നിങ്ങൾ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിനെ പറ്റി കേട്ടിട്ടുണ്ടോ? കേട്ടില്ലേ? ക്രാഫ്റ്റ് ഹോസ്പിറ്റൽസ് അതെന്തിനാണ്? വന്ധ്യതാ ചികിത്സകൾക്ക് അല്ലെ, അതുകൊണ്ട് വന്ധ്യതാ പ്രശ്നങ്ങൾക്കൊക്കെ അതിന് സ്പെഷ്യലൈസ്ഡ് കെയർ കൊടുക്കുന്ന, അല്ലെങ്കിൽ അതിന് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഹോസ്പിറ്റലുകൾ. അങ്ങനെയാണല്ലോ. അപ്പൊ അതൊക്കെ ഓരോ സ്പെഷ്യാലിറ്റികളാണ് അല്ലെ. ഓക്കെ, അപ്പൊ അതുണ്ട്. പിന്നെന്താണ്? ഓണർഷിപ്പ് അല്ലെ, ഉടമസ്ഥാവകാശം. നമുക്ക് തന്നെ അറിയാം, ഗവൺമെന്റ് ഹോസ്പിറ്റലുകളുണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുണ്ട്, അങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. പിന്നെ സിസ്റ്റം ഓഫ് മെഡിസിൻസ് ആണ്, ചികിത്സാ രീതികൾ അഥവാ ചികിത്സാ സമ്പ്രദായങ്ങള്. പിന്നെ വരുന്നത് ലെങ്ത് ഓഫ് സ്റ്റേ ആണ്, താമസത്തിന്റെ ദൈർഘ്യം. ഇതേക്ക് ഓർക്കാം, പേഷ്യന്റിന്റെ താമസത്തിന്റെ ദൈർഘ്യമാണ് കേട്ടോ. അവരുടെ പരിചരണത്തിന്റെ ഭാഗമായിട്ട് അവര് എത്ര ദിവസങ്ങൾ അവര് ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്നുണ്ട്, ആ ഒരു ദൈർഘ്യത്തിന് ബേസ് ചെയ്തിട്ട് നമുക്ക് ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യാം. ക്ലിയർ ആണോ പറഞ്ഞത്? ഈ 6 ഫാക്ടേഴ്സ് ഓക്കെയാണ്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഓക്കെയാണ്? നമുക്ക് ആദ്യത്തെ ഫാക്ടർ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ആദ്യത്തെ ഫാക്ടർ ഏതാണ് നമ്മൾ പറഞ്ഞത്? സൈസ് ആണ് അല്ലെ. ഇനിയുള്ള കാര്യങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവരൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. സൈസ്, വലുപ്പമാണ് അല്ലെ. എന്താണ് വലുപ്പം? കെട്ടിടത്തിന്റെ വലുപ്പമാണോ അവിടെ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ വലുപ്പമാണോ? അല്ല. ഇതെന്താണ്? നോക്കാം കേട്ടോ. സൈസ് ഓഫ് എ ഹോസ്പിറ്റൽ
ഈസ് ജനറലി മെഷേർഡ് ബൈ ദ നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ബെഡ്സ്. അണ്ടർലൈൻ ചെയ്യാട്ടോ, അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. എന്താണ് സൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ? സൈസ് ഓഫ് എ ഹോസ്പിറ്റൽ ഈസ് ജനറലി മെഷേർഡ് by the number of inpatient beds it offers. അതാണ് സൈസ് അല്ലെ. നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ബെഡ്സ്. എന്താണ് ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാല്? ഇൻപേഷ്യന്റ് അല്ലെ. ഇൻപേഷ്യന്റ് ആരാണ്? കിടപ്പ് രോഗികൾ. കിടപ്പ് രോഗികൾ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ വന്നിട്ട് അഡ്മിറ്റ് ആയിട്ട് ചികിത്സ തേടുന്ന പേഷ്യൻസ്, അവരെയാണ് നമ്മൾ ഇൻപേഷ്യൻസ് എന്ന് പറയുന്നത് അല്ലെ. പിന്നെ നമ്മൾക്കറിയാം ഒ പി. ഒ പി എന്താണ്? ഔട്ട് പേഷ്യൻസ് അല്ലെ. അതായത് അഡ്മിറ്റ് ആവാതെ ഡെയിലി വന്ന് ഡോക്ടർ ഈ പറയുന്ന പോലെ ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്ത് പോകുന്ന ആൾക്കാരല്ലേ. അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് കേട്ടോ. ഔട്ട് പേഷ്യൻസ്. ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലിൽ വന്നിട്ട് അഡ്മിറ്റ് ആയിട്ട് ചികിത്സ നേടുന്ന പേഷ്യൻസ് അല്ലെ, കിടപ്പ് രോഗികളാണ്. അവരെയാണ് നമ്മൾ ഇൻപേഷ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ സൈസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ബെഡ്സ്. എത്രത്തോളം പേഷ്യൻസിനെ ആ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അവർക്ക് ചികിത്സിക്കാനുള്ള ബെഡ് സൗകര്യങ്ങളുണ്ട്. അത്രയും പേഷ്യൻസിന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡ്മിറ്റ് ചെയ്ത് അവിടെ ചികിത്സ കൊടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് അല്ലെ. ആ ഒരു നമ്പർ ഓഫ് ബെഡ്സ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ആദ്യം പഠിച്ച പോയിന്റ് അതാണ് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് അതാണ്. സൈസ് എന്ന് പറഞ്ഞ ഈക്വൽ ടു എന്താണ്? നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ബെഡ്സ് ആണ് കേട്ടോ. അവർ ഓഫർ ചെയ്യുന്ന ഇൻപേഷ്യന്റ് ബെഡുകളുടെ എണ്ണമാണ് അവിടെ സൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞ എത്രത്തോളം രോഗികൾ അവർക്ക് അക്കോമഡേറ്റ് ചെയ്ത് അവിടെ അഡ്മിറ്റ് ചെയ്ത് അവർക്ക് ചികിത്സ കൊടുക്കാനായിട്ട് സൗകര്യമുണ്ട്. ആ ഒരു നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ബെഡ്സ്. ക്ലിയർ ആണല്ലോ? അത് ആദ്യത്തെ പോയിന്റ് ആയിട്ട് എഴുതി വെച്ചോട്ടാം. ഓക്കെ, ഇനി നോക്കിയേ. ഓൺ ദ ബേസിസ് ഓഫ് സൈസ് എ ഹോസ്പിറ്റൽ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് എ സ്മോൾ ഹോസ്പിറ്റൽ, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ ഓർ എ ലാർജ് ഹോസ്പിറ്റൽ. അപ്പൊ നമുക്ക് ഈ പറയുന്ന സൈസിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം? പ്രധാനമായിട്ട് നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ് ആ 3 ക്ലാസിഫിക്കേഷൻ? ഫസ്റ്റ് വൺ സ്മോൾ ഹോസ്പിറ്റൽസ് അല്ലെ. രണ്ടാമത്തെ എന്താണ്? മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ് അല്ലെ. മിഡ് സൈസ്ഡ്, മീഡിയം എന്നൊക്കെ ഉള്ള അർത്ഥമാണ് അല്ലെ. മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ്. മൂന്നാമത്തെ എന്താണ്? ലാർജ് ഹോസ്പിറ്റൽസ്. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ബെഡ്സ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സൈസിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. സ്മോൾ ഹോസ്പിറ്റൽ, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ ആൻഡ് ലാർജ് ഹോസ്പിറ്റൽ. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഓരോന്നിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? സ്മോൾ ഹോസ്പിറ്റൽ അല്ലെ. സ്മോൾ ഹോസ്പിറ്റൽ. അപ്പൊ നമുക്ക് നോക്കാം. The hospital with approximately 30 or less beds are generally recognized as a small hospital. അണ്ടർലൈൻ ചെയ്ത് വെക്കാട്ടോ. എന്താണ്? ആദ്യത്തെ പോയിന്റ് ആണ് പറഞ്ഞത്. അതായത് 30 അല്ലെങ്കിൽ 30-ൽ താഴെയോ ബെഡുകളുള്ള ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ വേണമെങ്കിൽ പോയിന്റ് ആയിട്ട് എഴുതി വെച്ചോളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിയാൽ മതി. സൈസ് എന്ന് എഴുതിയിട്ട്, ഞാൻ ടെക്സ്റ്റ് ഇല്ലാത്തവരുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞേ. സൈസ് എന്ന് കൊടുക്കുക, എന്നിട്ട് അതിനെ 3 ഇതായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 3 പോർഷൻസ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. ആദ്യത്തെ സ്മോൾ ഹോസ്പിറ്റല്, അടുത്ത മിഡ് സൈസ്ഡ് ഹോസ്പിറ്റല്, അറ്റത്തെ ലാർജ് ഹോസ്പിറ്റൽ. നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത് സ്മോൾ ഹോസ്പിറ്റൽ ആണ്. അപ്പൊ അവിടെ വേണമെങ്കിൽ ജസ്റ്റ് പോയിന്റ് എഴുതി വെച്ചോളൂ. ബെഡുകളുടെ എണ്ണം അല്ലെ, 30 ഓർ ലെസ് ബെഡ്സ് അങ്ങനെ എഴുതി വെച്ചാൽ മതി. ജസ്റ്റ് പോയിന്റ് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. 30 ഓർ ലെസ് ദാൻ 30 ബെഡ്സ്. ഇവിടെ എഴുതേണ്ടത് സ്മോൾ ഹോസ്പിറ്റൽ. പോയിന്റ് മാത്രം പഠിച്ചു വെക്കുക കേട്ടോ. എന്താണ്? ഹോസ്പിറ്റലുകളിലെ 30-ഓ 30-ൽ താഴെയോ ബെഡുകളുള്ള ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ സ്മോൾ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ആണ്. സെക്കൻഡ് എന്താണ് പറയുന്നത്? സ്മോൾ ഹോസ്പിറ്റൽസ് ഹാവ് എ ലിമിറ്റഡ് റിസോഴ്സസ് ആൻഡ് ഡു നോട്ട് ഓഫർ ഹൈലി എൻഡ് കെയർ. ശരിയാണ് അല്ലെ. അതായത് ഒരു സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവർക്ക് എന്താണ്? വളരെ പരിമിതമായിട്ടുള്ള റിസോഴ്സുകൾ മാത്രമേ ഉണ്ടായിരിക്കൂ അല്ലെ. വളരെ പരിമിതമായിട്ടുള്ള വിഭവങ്ങൾ. ഇവിടെ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക? അതായത് ഈ പറയുന്ന ഇക്വിപ്മെന്റ്സുകളായിരിക്കാം, അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റുകൾ, പിന്നെ ഈ പറയുന്ന സ്റ്റാഫുകൾ അവിടുത്തെ റിസോഴ്സുകളാണ് അല്ലെ. ഹ്യൂമൻ റിസോഴ്സുകളാണ് അല്ലെ. അതെല്ലാം അടങ്ങുന്നതാണ് നമ്മൾ റിസോഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്മോൾ ഹോസ്പിറ്റലാണ്. നിങ്ങൾ ഒന്നും മനസ്സിൽ വിചാരിക്കേണ്ട. നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മനസ്സിൽ കൊണ്ടുവന്നാൽ മതി. നമ്മുടെ ഓരോ വാർഡുകളിലുള്ള പ്രൈമറി ഹെൽത്ത് സെന്റർ ഇല്ലേ, അതിന്റെ പിക്ചർ ഒന്ന് മനസ്സിൽ കണ്ടാൽ മതി. അവിടെ എങ്ങനെയാണ്? തന്നെയാണ് സ്മോൾ ഹോസ്പിറ്റൽ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ പിന്നെ അതുപോലെ ക്ലിനിക്കുകളൊക്കെ ഒന്ന് ഓർത്താൽ മതി. ക്ലിനിക്കുകൾ അവിടെ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറിയ സൗകര്യങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതിനെയൊക്കെ ഒന്ന് മനസ്സിൽ കണ്ടിട്ട് നിങ്ങൾ ഇത് വായിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ക്ലിക്കാവും.
ഓക്കെ. അപ്പൊ സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ് കേട്ടോ. സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സുകൾ മാത്രമേ ഉള്ളൂ, വളരെ പരിമിതമായിട്ടുള്ള വിഭവങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, they do not offer the highly educated, വലിയ നിലവാരത്തിലുള്ള പരിചരണങ്ങൾ കൊടുക്കാൻ അവർക്ക് സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല, കാരണം അതിനുള്ള ഫെസിലിറ്റികളെ അവർക്ക് കൊടുക്കും അല്ലെ. ഓക്കെ. പിന്നെ എന്താ പറയുന്നത്, മെജോറിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽ ഇൻ ഇന്ത്യ ആർ സ്മോൾ ഹോസ്പിറ്റൽസ്, എസ്പെഷ്യലി ഇൻ ദ സബർബൻ ആൻഡ് റൂറൽ ഏരിയ. നമ്മുടെ ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ അതൊരു ചോദ്യമാണ് കേട്ടോ. മെജോറിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽസ് ഇൻ ഇന്ത്യ ആർ ഡാഷ് ഹോസ്പിറ്റൽസ്. എങ്ങനെയുള്ള ഹോസ്പിറ്റൽസ് ആണ്? സ്മോൾ ഹോസ്പിറ്റൽസ് ആണ് അല്ലെ. പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ അർബൻ ഏരിയാസിലും, അർബൻ അല്ലാണ്ടോ സബർബൻ ആൻഡ് റൂറൽ ഏരിയാസ് അല്ലെ, നമ്മുടെ ഗ്രാമീണ പ്രദേശങ്ങളിലായിക്കോട്ടെ, സബർബൻ ഏരിയാസ് എന്ന് വെച്ചാൽ ബിയോണ്ട് ദ സിറ്റി ബോർഡറിന് പുറത്തോട്ടുള്ള സബർബൻ ഏരിയാസിലൊക്കെ എടുക്കുകയാണെങ്കിൽ കൂടുതൽ എങ്ങനെയുള്ള ഹോസ്പിറ്റലുകളാണ്? സ്മോൾ ഹോസ്പിറ്റൽസ് ആണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ അവിടെ കൂടുതൽ എന്താണ്, ഗ്രാമങ്ങളാണ് കൂടുതലായിട്ടുള്ളത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ എങ്ങനെയുള്ള ഹോസ്പിറ്റലുകളായിരിക്കും? സ്മോൾ ഹോസ്പിറ്റൽ ആയിരിക്കും. നമ്മൾ നമ്മുടെ കേരളത്തിന്റെ മാത്രം ചിന്തിക്കരുത് കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളുണ്ട്. പക്ഷെ നമ്മൾ ഔട്ട് ഓഫ് കേരളയിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഇങ്ങനെയാണ് അവസ്ഥ. അതായത് ഗ്രാമീണ പ്രദേശങ്ങളിലും കൂടുതൽ എങ്ങനെയായിരിക്കും? ചെറിയ ചെറിയ ഹോസ്പിറ്റലുകളായിരിക്കും. വലിയ ഹോസ്പിറ്റലിലൊക്കെ അവർ പോകണമെങ്കിൽ വലിയ ടൗണുകളിലേക്കും മറ്റുമൊക്കെ പോകേണ്ടതായിരിക്കും. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് കേട്ടോ. അതാണ് അവിടെ പറയുന്നത്. മെജോറിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽസ് ഇൻ ഇന്ത്യ ആർ സ്മോൾ ഹോസ്പിറ്റൽസ്, എസ്പെഷ്യലി ഇൻ ദ സബർബൻ ആൻഡ് റൂറൽ ഏരിയാസ്. ക്ലിയർ ആണല്ലോ. അടുത്തത് കേട്ടോ. ഇറ്റ് ഈസ് എ കോമൺ പ്രാക്ടീസ് ഇൻ സ്മോൾ ഹോസ്പിറ്റൽ ടു ഔട്ട്സോഴ്സ് various services such as laboratory, radiology and pharmacy അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞു, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സുകൾ മാത്രമേ അവർക്ക് ഉണ്ടായിരിക്കുള്ളൂ അല്ലെ. വളരെ പരിമിതമായിട്ടുള്ള വിഭവങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, ഈ പറയുന്ന ലബോറട്ടറി, റേഡിയോളജി, ഫാർമസി പോലെയുള്ള സേവനങ്ങളെ അവരെന്ത് ചെയ്യും, ഔട്ട്സോഴ്സ് ചെയ്യും. ഔട്ട്സോഴ്സ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, പുറത്തോട്ട് എടുക്കും. അങ്ങനെയല്ലേ ചെയ്യാം. കാര്യം ഇവിടെ ഫാർമസി സൗകര്യങ്ങൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ലാബ് സൗകര്യങ്ങളോ മറ്റുള്ള റേഡിയോളജിന്റെ സ്കാനിങ് ഒക്കെ നമ്മൾ ചെയ്യില്ലേ, എക്സ്റേ സ്കാനിങ്, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തേ ചെയ്യുള്ളൂ, ഔട്ട്സോഴ്സ് ചെയ്യാണ് ചെയ്യുക. പുറത്തോട്ട് അവര് എഴുതി കൊടുക്കുകയാണ് ചെയ്യാം ചെറിയ ഹോസ്പിറ്റലുകളിൽ. ഓക്കെ. അതാണ് അവിടുത്തെ പ്രത്യേകത. ഇന്നിപ്പോ നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ ചെറിയ ഹോസ്പിറ്റലിലെ അത്യാവശ്യം ഫാർമസി സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കും അല്ലെ. ചിലപ്പോ എല്ലാ മരുന്നുകളും അവിടെ കിട്ടിയെന്ന് വരില്ല, എന്നാൽ അത്യാവശ്യം എല്ലാ ഹോസ്പിറ്റലിന്റെ കൂടെ ചെറുതാണെങ്കിൽ കൂടി ഫാർമസി സൗകര്യങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. പക്ഷെ എല്ലായിടത്തും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല കേട്ടോ. ചിലപ്പോൾ ഒരു എക്സ്റേ എടുക്കാനൊക്കെ ആയിട്ട് ചിലപ്പോൾ പുറത്തേക്ക് എഴുതി തരുമല്ലോ, ഒരു സ്കാനിങ് പറഞ്ഞ് അത് പുറത്തോട്ട് പോയിട്ട് എഴുതണം. അതുപോലെ തന്നെ ലബോറട്ടറി അങ്ങനെ തന്നെ ഒരു ബ്ലഡ് ടെസ്റ്റോ അല്ലെങ്കിൽ ഒരു ലിവർ ഫംഗ്ഷൻ ടെസ്റ്റോ ഒക്കെ ചെയ്യേണ്ടി വരികയും ചെറിയ ഹോസ്പിറ്റലിൽ അതിനുള്ള സൗകര്യം ഉണ്ടാവില്ല. അവർക്ക് അത് എന്ത് ചെയ്യും, അല്ലെങ്കിൽ പുറത്ത് ഏതെങ്കിലും ലാബിലേക്ക് അവര് എഴുതി തരികയാണ് ചെയ്യാം. അതല്ലേ ഇവിടെ സംഭവിക്കുന്നത്, ആ കാര്യമാണ് അവിടെ പറയുന്നത്. ഔട്ട്സോഴ്സ് ചെയ്യും, പുറത്തോട്ട് അവര് എഴുതി കൊടുക്കുകയാണ് ചെയ്യുക. പിന്നെന്താ പറയുന്നത്, എമർജൻസി കെയർ, ഇന്റൻസീവ് കെയർ ആൻഡ് സർജിക്കൽ കെയർ ഫെസിലിറ്റീസ് ആർ യൂഷ്വലി അറ്റ് എ വെരി ബേസിക് ലെവൽ ഇൻ ദ സ്മോൾ ഹോസ്പിറ്റൽ. പിന്നെന്താണ്, എമർജൻസി കെയറുകൾ അല്ലെ, വളരെ എന്താണ് ഈ പറയുന്ന അടിയന്തര പരിചരണങ്ങള്, അതുപോലെ തന്നെ തീവ്ര പരിചരണങ്ങള്, ശസ്ത്രക്രിയാ പരിചരണങ്ങള്, ഇതെല്ലാം തന്നെ എങ്ങനെയായിരിക്കും, അറ്റ് വെരി ബേസിക് ലെവലായിരിക്കും. ഏറ്റവും ബേസിക് ലെവലിലായിരിക്കും, അടിസ്ഥാനപരമായിട്ടുള്ള ആ ഒരു ലെവലിലായിരിക്കും എവിടെ കൊടുക്കുന്നുണ്ടായിരിക്കാം, സ്മോൾ ഹോസ്പിറ്റലിനകത്ത് കൊടുക്കുന്നുണ്ടായിരിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ എന്തൊക്കെ പോയിന്റുകളാണ് നമ്മൾ അതിനകത്ത് പഠിച്ചത്, ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് സ്മോൾ ഹോസ്പിറ്റലില്. ഫസ്റ്റ് വൺ നമ്മൾ ബെഡുകളുടെ എണ്ണം. കാര്യം നമ്മൾ സൈസിനെ ബേസ് ചെയ്തിട്ടാ പറയുന്നത്. സൈസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ബെഡ്സ് ആണ് അല്ലെ. സ്മോൾ ഹോസ്പിറ്റലിൽ എന്തൊക്കെ പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്, അതായത് 30 or less than 30 ബെഡ്സ്, 30 അല്ലെങ്കിൽ 30 താഴെയോ ബെഡുകളായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്താ നമ്മൾ പറഞ്ഞത്, they have the limited resources അല്ലെ. രണ്ടാമത്തെ പോയിന്റ് അതാണ് അല്ലെ, they have limited resources, വളരെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങൾ മാത്രമേ അവർക്കുണ്ടായിരിക്കുള്ളൂ. അപ്പൊ അതിനെ കണക്ട് ചെയ്ത് വേറൊരു പോയിന്റ് നമുക്ക് പറയാം, റിസോഴ്സ് കുറവായതുകൊണ്ട് തന്നെ എന്തായിരിക്കും, they do not offer the highly end care. പറഞ്ഞൂടെ നമുക്കത്, അതായത് റിസോഴ്സ് കുറവായതുകൊണ്ട് തന്നെ എന്താണ്, they do not offer highly end care അല്ലെ, വലിയൊരു പരിചരണം അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല ആണല്ലോ. പിന്നെ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താണ്, സാധാരണയായിട്ട് ലബോറട്ടറി, റേഡിയോളജി, ഫാർമസി സർവീസസ് അവരെന്ത് ചെയ്യും, ഔട്ട്സോഴ്സ് ചെയ്യും. ഔട്ട്സോഴ്സ് റേഡിയോളജി, അതുപോലെ തന്നെ ഫാർമസി, ലബോറട്ടറി സർവീസസ്
ഒട്ടുമിക്ക സേവനങ്ങൾ അവർ എന്ത് ചെയ്യാണ്, ഔട്ട്സോഴ്സ് ചെയ്യാണ്, പുറത്തോട്ട് അവര് എഴുതി കൊടുക്കുകയാണ്. പിന്നെ എന്താണ് നമുക്ക് പറയാനുള്ളത്, എമർജൻസി കെയർ, ഇന്റൻസീവ് കെയർ ആൻഡ് സർജിക്കൽ കെയർ ആയിട്ട് വെരി ബേസിക് ലെവൽ അല്ലെ, വളരെ താഴ്ന്ന രീതിയിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലെവലിലായിരിക്കും എവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവാം, സ്മോൾ ഹോസ്പിറ്റലിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവാം. അപ്പൊ അത്രയും പോയിന്റുകൾ മാത്രം നിങ്ങൾ മനസ്സിലുണ്ടായാൽ മതി. ഓക്കെ ആണോ, ക്ലിയർ ആണോ പറഞ്ഞ കാര്യങ്ങള്? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കേ എന്തൊക്കെയാ നമ്മൾ പഠിച്ചത്. സ്മോൾ ഹോസ്പിറ്റലിനകത്ത് ഹോസ്പിറ്റൽ വിത്ത് അപ്രോക്സിമേറ്റ്ലി 30 or less beds are generally recognized as a small hospital. Small hospitals have the limited resources and do not offer hygiene care. Majority of the hospitals in India are small hospitals, especially in the suburban and rural areas. Then, നമ്മൾ പറഞ്ഞത് it is a common practice in small hospital to outsource the various services like laboratory, radiology and pharmacy. പിന്നെ എന്താണ്, emergency care, intensive care and surgical care facilities are usually at a very basic level in the small hospitals. ക്ലിയർ ആണോ പറഞ്ഞ പോയിന്റുകള്? പിന്നെ വേണമെങ്കിൽ അഡീഷണൽ ആയിട്ടൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം. മെജോറിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലുള്ള മെജോറിറ്റി ഹോസ്പിറ്റലും എങ്ങനെയുള്ളതാണ്? ഓപ്ഷനകത്ത് സ്മോൾ ഹോസ്പിറ്റൽ കാണും, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ കാണും, ലാർജ് ഹോസ്പിറ്റൽ കാണും. ഏതാണ് ഉത്തരം വരിക? സ്മോൾ ഹോസ്പിറ്റൽ ആയിരിക്കും കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ, മനസ്സിലായോ? എന്തെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ഇടുക കേട്ടോ, കുഴപ്പമില്ലല്ലോ. ശരി, അപ്പൊ നമുക്ക് അടുത്തതിലോട്ട് പോവാം കേട്ടോ. അടുത്തത് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ്. ഓക്കെ, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ ഇത് പഠിക്കുമ്പോ ഭയങ്കര എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി, നമ്മള് ഒരു കമ്പാരിസണിലൂടെ പഠിച്ചാൽ മതി, പോയിന്റുകൾ മാത്രം പഠിച്ചാൽ മതി. അപ്പൊ കമ്പയർ ചെയ്യാം. നമുക്ക് സ്മോൾ ഹോസ്പിറ്റലിൽ പഠിച്ചല്ല, അപ്പൊ അതിന്റെ പോയിന്റുകൾ ഏതൊക്കെയാണ് അതുമായിട്ട് ജസ്റ്റ് കമ്പയർ ചെയ്തിട്ട് ഇവിടെ പറയേണ്ട കാര്യം മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ കേട്ടോ. അപ്പൊ നോക്കിക്കേ, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ് typically having 30 to 100 beds. ഫസ്റ്റ് പോയിന്റ് അതാണ് കേട്ടോ. അവിടെ എങ്ങനെയായിരുന്നു 30 or less than 30. ബെഡിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ് 30 to 100 beds. അത് മാത്രം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, 30 to 100 beds എന്നൊക്കെ നോക്കണം കേട്ടോ. അതൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. 30 to 100 beds are also very popular in India. അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളും എന്താണ് ഇന്ത്യയില് പോപ്പുലർ ആണ്, ധാരാളമായിട്ട് ഉണ്ട്. ഓക്കെ, പിന്നെന്താണ്, they have more resource than small hospitals and are better equipped to provide complex services. However, they are not so comprehensive as the large hospitals. ശരിക്കും എന്താണ്, കമ്പയർ ചെയ്താണ് അവിടെ പറയുന്നത് അല്ലെ. അതായത് സ്മോൾ ഹോസ്പിറ്റലിലും ഇനി വരാൻ പോകുന്ന ലാർജ് ഹോസ്പിറ്റലിന്റെ ഇടയിൽ നിൽക്കുന്ന ആൾക്കാരാണ്, മിഡ് ആണ് അല്ലെ, മിഡ് സൈസ്ഡ് ആണ്. സോ ആ പോയിന്റുകൾ കമ്പയർ ചെയ്തിട്ടാണ് അവിടെ പറയുന്നത് അല്ലെ. ദേ ഹാവ് മോർ റിസോഴ്സ് ദെൻ അല്ല കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ ദെന്നാണ് കിടക്കുന്നത്, ദെന്ന് തിരുത്തിട്ട് ദാൻ ആക്കാം കേട്ടോ. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് ഉള്ളവരൊന്ന് ശ്രദ്ധിക്കുക, ദെന്നല്ല അവിടെ ദാൻ ആക്കാം കേട്ടോ. കമ്പയർ ചെയ്തിട്ടാ പറയുന്നത്, എന്നാക്കാം കേട്ടോ, ഈ മാറ്റി ആക്കാം. ഓക്കെ, അപ്പൊ എന്താണ്, ദേ ഹാവ് മോർ റിസോഴ്സ് ദാൻ ദ സ്മോൾ ഹോസ്പിറ്റൽസ് അല്ലെ. സ്മോൾ ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറെ കൂടെ റിസോഴ്സുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, അവരെക്കാൾ കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള സേവനങ്ങൾ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നത്, however they are not so comprehensive as the large hospital അല്ലെ. കോംപ്രിഹെൻസീവ് എന്ന് വെച്ചാൽ എന്താണ്, സമഗ്രമായിട്ടുള്ളത് അല്ലെ, ഇന്നലെ പറഞ്ഞിരുന്നു, വിപുലമായിട്ടുള്ളത് അല്ലെ. അതേസമയം എന്താണ്, ലാർജ് ഹോസ്പിറ്റലിന് അത്ര വളരെ വിപുലമായിട്ടുള്ള സേവനങ്ങൾ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ കമ്പയർ ആണ്. സ്മോൾ ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ കൂടുതൽ റിസോഴ്സ് ഉണ്ട്, അതേസമയം ലാർജ് ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്ര സമഗ്രമായിട്ടുള്ള സേവനങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് രണ്ടിന്റെ ഇടയിലായിട്ടാണ് ആദ്യം വരുന്നത് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ് വരുന്നത്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെന്താണ്, they generally offer reasonable level of emergency and intensive care അല്ലെ. റീസണബിൾ ലെവൽ ഓഫ് എമർജൻസി ആൻഡ് ഇന്റൻസീവ് കെയർ. അവിടെ നമ്മൾ എന്താ പറഞ്ഞത്, ഇന്റൻസീവ് കെയർ ആൻഡ് എമർജൻസി കെയർ ആറിന്റെ വെരി ബേസിക് ലെവലാണ്. ഇവിടെ വരുമ്പോൾ എങ്ങനെയാണ്, റീസണബിൾ ലെവൽ ഓഫ് കെയർ ആണ് അല്ലെ. കുറച്ചും കൂടെ മിതമായിട്ടുള്ള രീതിയിൽ, കുറച്ചും കൂടെ ഉയർന്ന രീതിയിലുള്ള ഒരു റീസണബിൾ ലെവൽ ഓഫ്, കുറച്ചും കൂടെ ഉയർച്ചയുള്ളത് ഒരു മിതമായ രീതിയിലുള്ളൊരു പരിചരണം ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് കേട്ടോ പോയിന്റ്. They generally offer reasonable level of emergency and intensive care. പിന്നെന്താണ്, and it will have most of the clinical support service such as diagnostics and the in-house services. ശ്രദ്ധിക്കണം കേട്ടോ.
എന്താണ് പറയുന്നത്? ഇറ്റ് വിൽ ഹാവ് മോസ്റ്റ് ഓഫ് ദ ക്ലിനിക്കൽ സപ്പോർട്ട് സർവീസ് സച്ച് എസ് ഡയഗ്നോസ്റ്റിക്സ് ആസ് ദ ഇൻ-ഹൗസ് സർവീസ്. Non-clinical services such as a food service, the laundry, housekeeping, etc. are usually outsourced in a mid-sized hospital. അതാണ് പറയുന്നത്. നമ്മള് സ്മോൾ ഹോസ്പിറ്റലിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഓൾ സർവീസസ് ആർ ഔട്ട്സോഴ്സ് ചെയ്യാണ് അല്ലെ? സ്മോൾ ഹോസ്പിറ്റൽ അങ്ങനെയാണ്, എല്ലാ സർവീസുകളും അവർ എന്ത് ചെയ്യാണ്? പുറത്തോട്ട് അവർ എഴുതി കൊടുക്കാണ്. പക്ഷെ നമ്മൾ മിഡിലോട്ട് വരുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ക്ലിനിക്കൽ സർവീസുകള്, ക്ലിനിക്കൽ സേവനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന ഡയഗ്നോസ്റ്റിക്സ് അല്ലെ, ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ലാബ് സംബന്ധമായിട്ടുള്ളത്, റേഡിയോളജി അല്ലെങ്കിൽ മറ്റുള്ള ഫാർമസി സൗകര്യങ്ങള്, അങ്ങനെയുള്ള ക്ലിനിക്കൽ സേവനങ്ങളെല്ലാം തന്നെ എങ്ങനെയാ പ്രൊവൈഡ് ചെയ്യുന്നത്? പ്രൊവൈഡ് ആസ് എ ഇൻ-ഹൗസ് സർവീസ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. വെച്ചാൽ അതേ ആശുപത്രിയിൽ തന്നെ അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പുറത്തോട്ട് എഴുതുന്നില്ല. എങ്ങനെയുള്ള സേവനങ്ങള്? ക്ലിനിക്കൽ സേവനങ്ങൾ കേട്ടോ. ക്ലിനിക്കൽ സേവനങ്ങളായിട്ടുള്ള നേരത്തെ നമ്മൾ പറഞ്ഞ ഫാർമസി, റേഡിയോളജി അല്ലെങ്കിൽ ലബോറട്ടറി, അത്തരത്തിലുള്ള സേവനങ്ങളെല്ലാം തന്നെ ഇൻ ഹൗസ് സർവീസ് ആയിട്ടാണ് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ആ ഹോസ്പിറ്റലിൽ തന്നെ അത് പ്രൊവൈഡ് ചെയ്യും. പിന്നെ എങ്ങനെയുള്ള സേവനങ്ങൾ മാത്രമാണ് അവർ ഔട്ട്സോഴ്സ് ചെയ്യുന്നത്? അത് പ്രത്യേകം അവർ പറയുന്നത് അല്ലെ. നോൺ ക്ലിനിക്കൽ സർവീസസുകൾ മാത്രമാണ് അവർ എങ്ങോട്ട് എഴുതുന്നത്? പുറത്തോട്ട് അവര് ഈ പറയുന്ന എഴുതുന്നത്. ഇങ്ങനെയൊക്കെയുള്ളതാണ് നോൺ ക്ലിനിക്കൽ സർവീസ്, ക്ലിനിക്കൽ അല്ലാത്ത സേവനങ്ങൾ അല്ലെ. ഫുഡ് സർവീസ്, അവിടെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഫുഡ് നമുക്ക് അവിടെ നിന്ന് കിട്ടില്ല, പുറത്തുനിന്ന് അല്ലെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ലോണ്ട്രി എന്താണ്? നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പൊ ബെഡ്ഷീറ്റുകള് അല്ലെങ്കിൽ മറ്റുള്ള പില്ലോ കവർ അങ്ങനെയൊക്കെ ഉള്ളതുണ്ടല്ലോ, പുതപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അല്ലെങ്കിൽ നമുക്ക് കിടക്കാനുള്ള ആ ഒരു പായോ അങ്ങനെ എന്തെങ്കിലും സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ കയ്യിൽ നിന്ന് എടുത്ത് കൊണ്ടുവരുന്നുണ്ട്. ലോണ്ട്രി അല്ല, ലോണ്ട്രിയുടെ തുണിത്തരങ്ങളും മറ്റു സാധനങ്ങളും. അതുപോലെ തന്നെ ഹൗസ് കീപ്പിംഗ്, ദാറ്റ് മീൻസ് നമ്മുടെ എന്താ പറയാ പ്ലേറ്റുകൾ, യൂട്ടൻസിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഭക്ഷണമൊക്കെ ആകുമ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്താണ് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതൊന്നും നമുക്ക് എവിടെ കിട്ടില്ല? ഹോസ്പിറ്റലിനകത്ത് കിട്ടില്ല. അതേസമയം നമുക്ക് ഫാർമസി, റേഡിയോളജി, ലാബ് പോലെയുള്ള ക്ലിനിക്കൽ സേവനങ്ങൾ അതേ ഹോസ്പിറ്റലിൽ തന്നെ ഇൻ ഹൗസ് സർവീസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നോൺ ക്ലിനിക്കൽ സേവനങ്ങൾ മാത്രം അവർ ഔട്ട്സോഴ്സ് ചെയ്താണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഒന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞു നോക്കി, സ്മോൾ ഹോസ്പിറ്റലായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് പോയിന്റ് ഒന്ന് ആലോചിച്ച് നോക്കി. അവിടെ നമ്മൾ പറഞ്ഞു 30 or less than 30 ബെഡ്സ്. ഇങ്ങോട്ട് വരുമ്പോ ഇതിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ്? 30 to 100 ബെഡ്സ്. പിന്നെ അവിടെ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താണ്? ദേ ഹാവ് ലിമിറ്റഡ് റിസോഴ്സസ്. ഇങ്ങോട്ട് വരുമ്പോഴാണെങ്കിലോ ദേ ഹാവ്, കമ്പയർ ചെയ്ത് പറയണം അല്ലെ, ദേ ഹാവ് മോർ റിസോഴ്സ് ദാൻ ദ സ്മോൾ ഹോസ്പിറ്റൽ ബട്ട് സോ കോംപ്രിഹെൻസീവ് എന്താണ്? ബട്ട് നോട്ട് സോ കോംപ്രിഹെൻസീവ് ആസ് ദ ലാർജ് ഹോസ്പിറ്റൽ. അതിന്റെ ഇടയിലാണ് കിടക്കുന്നത്. ഓക്കെ. പിന്നെ നമുക്കറിയാം അവിടെ എന്താണ് നമ്മൾ പറഞ്ഞത്? ദേ ഡു നോട്ട് ഓഫർ ഹൈലി എൻഡ് കെയർ. ഇവിടെ എങ്ങനെയാണ്? ദേ ഓഫർ റീസണബിൾ ലെവൽ ഓഫ് കെയർ, അങ്ങനെ പറയേണ്ടി വരും അല്ലെ, റീസണബിൾ ലെവൽ ഓഫ് കെയർ പറയുന്നത്. പിന്നെ അവിടെ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? എമർജൻസി കെയർ, അതുപോലെ തന്നെ ഇന്റൻസീവ് കെയർ ആണ് വെരി ബേസിക് ലെവൽ. ഇവിടെ ആണെങ്കിലോ എമർജൻസി കെയർ, സർജിക്കൽ കെയർ ഒക്കെ കുറെ കൂടി ഒരു റീസണബിൾ ലെവലിലായിരിക്കും ഉണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ. പിന്നെ എന്താണ്? ദേ ഔട്ട്സോഴ്സ് ഓൾ സർവീസസ്. എവിടെ? സ്മോൾ ഹോസ്പിറ്റൽ അല്ലെ. എന്താണ്? ദേ പ്രൊവൈഡ്, ദേ ഔട്ട്സോഴ്സ് ഓൾ ദി സർവീസസ്. എല്ലാ സേവനങ്ങളും അവരവിടെ ഔട്ട്സോഴ്സ് ചെയ്യാണ്. ക്ലിനിക്കൽ ആയിക്കോട്ടെ, നോൺ ക്ലിനിക്കൽ ആയിക്കോട്ടെ, സ്മോൾ ഹോസ്പിറ്റലിനകത്ത് എല്ലാം പുറത്തോട്ട് എടുക്കുമ്പോൾ മിഡ് സൈസിലോട്ട് വരുമ്പോഴെങ്ങനെയാണ്? ക്ലിനിക്കൽ സർവീസസ് പ്രൊവൈഡഡ് ആസ് എ ഇൻ ഹൗസ് സർവീസ്, നോൺ ക്ലിനിക്കൽ സർവീസസ് പ്രൊവൈഡഡ് അല്ലെങ്കിൽ നോൺ ക്ലിനിക്കൽ സർവീസുകൾ എന്താണ്? ഔട്ട്സോഴ്സ് ചെയ്യാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അത്രയുള്ള വ്യത്യാസങ്ങൾ അങ്ങനെ പോയിന്റ് ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. ക്ലിയർ ആണോ പറഞ്ഞത്? ഒന്ന് ജസ്റ്റ് നമുക്ക് വായിക്കാം. മിഡ് സൈസിന്റെ സ്ക്രീൻ നോക്കുക കേട്ടോ. ടെക്സ്റ്റ് ഇല്ലാത്തവരൊന്ന് സ്ക്രീൻ ശ്രദ്ധിക്കുക. മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ് typically having 30 to 100 beds are also very popular in India. They have more resources than small hospitals and are better equipped to provide complex services. However, they are not so comprehensive as a large hospital. They generally offer reasonable level of emergency and intensive care and will have most of the clinical support services such as diagnostics as the in-house service. Non-clinical services like food service, laundry, housekeeping, etc. are usually outsourced in a mid-sized hospital. Clear ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? അടുത്തത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ലാർജ് ഹോസ്പിറ്റൽസ് ആണ്. ഇതുപോലെ തന്നെ പോയിന്റ് എഴുതി വെച്ചാൽ മതി. ലാർജ് ഹോസ്പിറ്റൽ എന്താണ്? ഹോസ്പിറ്റൽസ് വിത്ത് മോർ ദാൻ 100 ബെഡ്സ്. നോട്ട് ചെയ്യാട്ടോ, മോർ ദാൻ 100 ബെഡ്സ്.
അപ്പൊ ഇവിടുന്ന് തുടങ്ങി മറ്റേത് 30 or less than 30, ഇവിടെ 30 to 100, ഇവിടെ എങ്ങനെയാണ് more than 100. പോയിന്റ് കിട്ടിയല്ലോ. ഓക്കെ, അപ്പൊ more than 100 beds are recognized as a large hospital. Okay. പിന്നെ എന്താണ്, very often these hospitals offer multiple specialty and super specialty services. പറഞ്ഞു കഴിഞ്ഞാല് ഇവര് ഓഫർ ചെയ്യുന്നത് എങ്ങനെയാണ്, മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള സേവനങ്ങളാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ they offer highly end care, അല്ലെ, അത്രയും ഉയർന്ന നിലവാരത്തിലുള്ള പരിചരണങ്ങൾ, അങ്ങനെയുള്ള സേവനങ്ങളാണ് ഇവര് എന്ത് ചെയ്യുന്നത്, ഓഫർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്, ലാർജ് ഹോസ്പിറ്റൽസ് ഹാവ് പ്ലെന്റിഫുൾ റിസോഴ്സസ്, അല്ലെ, സ്മോളർ ലിമിറ്റഡ് റിസോഴ്സസ്. ഇവിടെ കുറച്ചും കൂടെ എന്താണ് കമ്പയർ ചെയ്ത് പറഞ്ഞു, മിഡ് സൈസിന് മറ്റേ ലാർജ് ഹോസ്പിറ്റലിലാകുമ്പോൾ എങ്ങനെയാണ്, പ്ലെന്റിഫുൾ റിസോഴ്സസ് ആണ്, അല്ലെ, ധാരാളമായിട്ട് അവർക്ക് റിസോഴ്സുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ദേ ഓഫർ ഹൈലി എൻഡ് കെയർ, അല്ലെ, നല്ല ഉയർന്ന നിലവാരത്തിലുള്ള പരിചരണങ്ങൾ അവർക്ക് ഓഫർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് അവിടെ പറയുന്നത്, പ്ലെന്റിഫുൾ റിസോഴ്സസ് ടു ഹാൻഡിൽ ലാർജ് നമ്പർ ഓഫ് പേഷ്യൻസ് ആൻഡ് കോംപ്ലക്സ് ഹെൽത്ത് ഇഷ്യൂസ്, അല്ലെ, കുറേ കൂടെ സങ്കീർണമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെയുള്ളതിലേക്ക് അവർക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. പിന്നെ എന്താ പറയുന്നത്, they typically have completely developed ICU, operation theatre complex, emergency care units, and all other clinical support units like laboratory, ഒരു laboratory കണ്ടിട്ട് 2 laboratory എഴുതി വെച്ചിട്ടുണ്ട്, and radiology. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഇവരെ സംബന്ധിച്ച് അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ ആണ് ഇവർ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ എന്തെങ്കിലും ഔട്ട്സോഴ്സ് ചെയ്യോ, എന്തെങ്കിലും സേവനങ്ങൾ അവർക്ക് ഔട്ട്സോഴ്സ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടോ? ഇല്ല, they do not outsource, അല്ലെ, അവരെന്ത് ചെയ്യുന്നില്ല, ഔട്ട്സോഴ്സ് ചെയ്യുന്നില്ല. കാര്യം ക്ലിനിക്കൽ സേവനങ്ങളായിക്കോട്ടെ, നോൺ ക്ലിനിക്കൽ സേവനങ്ങളായിക്കോട്ടെ, എല്ലാം തന്നെ അവിടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെ, ഇൻ ഹൗസ് സർവീസ് ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്രയും ലാർജ് ഹോസ്പിറ്റൽ ക്ലിയർ ആണ്. ഇപ്പൊ നമ്മൾ സൈറ്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കാം കേട്ടോ. അപ്പൊ നമ്മൾ സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ബെഡ് ആണ്, ഫസ്റ്റ് പോയിന്റ് അതാണ്. സൈസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ 3 ക്ലാസിഫൈ ചെയ്തു, സ്മോൾ ഹോസ്പിറ്റൽ, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ, ലാർജ് ഹോസ്പിറ്റൽ. സ്മോൾ ഹോസ്പിറ്റലിലെ ആദ്യത്തെ പോയിന്റ് എന്താണ്, 30 or less than 30 ബെഡ്സ്. ഇങ്ങോട്ട് വരുമ്പോ 30 to 100 ബെഡ്സ്. ലാർജ് ആവുമ്പോൾ more than 100 ബെഡ്സ്. ഓക്കെ, ഇവിടെ എങ്ങനെയാണ്, they have limited resources. ഇവിടെയാണെങ്കിലോ they have more resource than small hospital, but not so comprehensive as the large hospital. ലാർജിലോട്ട് വരുമ്പോൾ എന്താണ്, they have plentiful resources, അല്ലെ. പിന്നെ സ്മോൾ ആവുമ്പോഴാണ് they do not offer highly end care. ഇവിടെയാണെങ്കിലോ they offer reasonable level of care. ഇവരാണെങ്കിലോ they offer high end care, അല്ലെ. പിന്നെ എന്താണ്, they outsource all the services. സ്മോൾ ഹോസ്പിറ്റൽ അങ്ങനെയാണല്ലോ. മിഡിലോട്ട് വരുമ്പോൾ എന്താണ്, ക്ലിനിക്കൽ സർവീസസ് പ്രൊവൈഡഡ് ആസ് ഇൻ ഹൗസ് സർവീസ്, ബട്ട് നോട്ട് ക്ലിനിക്കൽ സർവീസസ് ഔട്ട്സോഴ്സിംഗ്. ഓക്കെ, ലാർജിലാവുമ്പോൾ എന്താണ്, ഓൾ സർവീസസ് ആർ പ്രൊവൈഡഡ് ആസ് എ ഇൻ ഹൗസ് സർവീസ്, അല്ലെ, എല്ലാ സേവനങ്ങളും അവിടെ ഇൻ ഹൗസ് സർവീസ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ എന്താ നമ്മൾ പറഞ്ഞത്, സ്മോളില് എമർജൻസി കെയർ, അതുപോലെ തന്നെ സർജിക്കൽ കെയർ ആണ് വെരി ബേസിക് ലെവൽ. മിഡിലോട്ട് വരുമ്പോഴോ റീസണബിൾ ലെവൽ. ഇവിടെ എങ്ങനെയാണെങ്കിലോ അഡ്വാൻസ്ഡ് ലെവൽ കെയർ. ക്ലിയർ ആണ്, അത്ര അങ്ങനെ മാത്രം ഉണ്ടാവും കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഈ ബെഡുകളുടെ എണ്ണം വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് വെച്ചിട്ട് കുറെ ക്വസ്റ്റ്യൻസ് മുൻവർഷത്ത് വന്നിട്ടുണ്ട്. ഓക്കെ ആണോ, മനസ്സിലായോ നിങ്ങൾക്ക്? ഒന്ന് ജസ്റ്റ് വേണമെങ്കിൽ വായിച്ചോളൂ. ടെക്സ്റ്റ് ഇല്ലാത്തവരൊന്ന് സ്ക്രീൻ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചോളൂ, 2 മിനിറ്റ് ഒന്ന് വായിക്കൂ കേട്ടോ. ടെക്സ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ പതുക്കെ എടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് സൈസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഫാക്ടർ എടുക്കാം. സെക്കൻഡ് ഫാക്ടർ നമ്മൾ ഏതാ പറഞ്ഞത്, ലെവൽ ഓഫ് കെയർ ആണ്, അല്ലെ, പരിചരണത്തിന്റെ നിലവാരം. ഓക്കെ, അപ്പൊ സൈസ് ക്ലിയർ ആണല്ലോ. സൈസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ കണ്ടു, അതിന്റെ പ്രത്യേകതകൾ പോയിന്റുകളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ലെവൽ ഓഫ് കെയർ ഉണ്ട് കേട്ടോ, പരിചരണത്തിന്റെ നിലവാരം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എല്ലാം നമ്മളെ ഗവൺമെന്റ് സിസ്റ്റത്തിലൂടെയുള്ള എക്സാമ്പിളുകളാണ് നമ്മൾ അവിടെ നോക്കിക്കാണുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. നോക്കിക്കേ, അനദർ ബേസിസ് ഓഫ് ക്ലാസിഫൈങ് ഹോസ്പിറ്റൽസ് ഈസ് ദ ലെവൽ ഓഫ് കെയർ വിച്ച് ആർ ബേസിക്കലി 3. ഇതും നമ്മൾ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത് കേട്ടോ. ഏതൊക്കെയാണ്,
പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ ആൻഡ് ടെർഷ്യറി കെയർ അല്ലെ. പ്രാഥമിക പരിചരണം, ദ്വിതീയ പരിചരണം, അതുപോലെ തന്നെ തൃതീയ പരിചരണം. അങ്ങനെ നമ്മൾ 3 ആയിട്ടാണ് ഇത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് നോക്കാം ട്ടോ. പ്രൈമറി കെയർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പ്രൈമറി ഹെൽത്ത് സെന്ററിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലൊക്കെ പോവാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വാർഡുകളിൽ ഓരോ വാർഡിലേക്കായിട്ട് ഓരോ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. അത് തന്നെയാണ് അതിന്റെ എക്സാമ്പിൾ. അത് മാത്രം നിങ്ങൾ മനസ്സിൽ കണ്ടാൽ മതിയില്ല. അപ്പൊ നോക്കിക്കേ, പ്രൈമറി കെയറിന്റെ പ്രത്യേകത എന്താണ്? പ്രാഥമിക പരിചരണങ്ങളെ അവിടെ കൊടുക്കുന്നുള്ളൂ അല്ലെ. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ തിരിക്കുന്നത്, ലെവൽ ഓഫ് കെയറിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. ഓക്കെ, പ്രൈമറി കെയർ വായിക്കാൻ നമുക്ക് ദ ഹോസ്പിറ്റൽസ് ദാറ്റ് പ്രൊവൈഡ് ബേസിക് മെഡിക്കൽ കെയർ, അതാണ് നോട്ട് ചെയ്തത് കേട്ടോ. ബേസിക് മെഡിക്കൽ കെയർ such as എങ്ങനെയൊക്കെ ഉള്ളതാണ്? ഔട്ട്പേഷ്യൻ കൺസൾട്ടേഷൻ, വാക്സിനേഷൻ, മെഡിസിൻ ഫോർ ദ സിമ്പിൾ എയിൽമെന്റ് ഓർ സീസണൽ ഇൻഫെക്ഷൻ, നോർമൽ ഡെലിവറീസ് എക്സെട്ര. എന്താണ് പറയുന്നത്? അതായത് ഈ പറയുന്ന ബേസിക് ആയിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള മെഡിക്കൽ പരിചരണങ്ങൾ കൊടുക്കുന്ന അത്തരം അങ്ങനെ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളെ നമ്മൾ പ്രൈമറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതായത് ജസ്റ്റ് ഔട്ട് പേഷ്യൻ കൺസൾട്ടേഷൻ, നമുക്ക് വന്ന ഡോക്ടറെ നമുക്ക് കാണാം. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ അങ്ങനെയല്ലേ, നമുക്ക് ഡോക്ടറെ വന്ന് കൺസൾട്ട് ചെയ്യാം. അതുപോലെ വാക്സിനേഷൻ സൗകര്യങ്ങളുണ്ട് അല്ലെ. പ്രത്യേകിച്ച് എല്ലാവർക്കും വാക്സിനേഷൻസ് എടുക്കാം. കുഞ്ഞു കുട്ടികളാണെങ്കിൽ ഈ പറയുന്ന പോലെ വാക്സിനേഷൻ, ഫ്രീ ആയിട്ടുള്ള വാക്സിനേഷൻസ് എവിടെ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്? പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. അവിടെ പോയാൽ നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാം. കുട്ടികൾക്കുള്ള വാക്സിനേഷൻസ് ഒക്കെ എടുക്കാം, വലിയവർക്കും എടുക്കാം. അതുപോലെ തന്നെ മെഡിസിൻ ഫോർ ദ സിമ്പിൾ എയിൽമെന്റ്, ആ വാക്കൊന്ന് നോട്ട് ചെയ്യുന്നോട്ടാ. എയിൽമെന്റ്, എയിൽമെന്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പുതിയൊരു വാക്കാണ്. ഇതല്ല, മിക്കവർക്ക് അറിയുന്നുണ്ടാകും, അറിയാത്തവർ നോട്ട് ചെയ്തിരിക്കുക. അസുഖം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഡിസീസ് എന്നൊക്കെ പറയില്ലേ, ആ അർത്ഥമാണ് എയിൽമെന്റ് കേട്ടോ. എയിൽമെന്റ്, അലൈൻമെന്റിന് തെറ്റായിട്ട് വായിക്കരുത്. എയിൽമെന്റ് ആണ് കേട്ടോ. എയിൽമെന്റ് എന്ന് വെച്ചാൽ എവിടെ കേൾക്കുകയാണെങ്കിൽ എന്താ അർത്ഥം? ഡിസീസ് ആണ് കേട്ടോ, അസുഖമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിൾ എയിൽമെന്റ് ഓർ സീസൺ, നമ്മൾ സാധാരണ വരുന്ന സീസണൽ ഇൻഫെക്ഷൻസ്, പനി, ചുമ, ജലദോഷം വരുമ്പോൾ നമുക്ക് എവിടെ പോവാൻ? നമുക്ക് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പോകേണ്ട കാര്യമല്ലേ ഉള്ളൂ. അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ചെറിയ ചെറിയ ഇൻഫെക്ഷൻസിലൊക്കെയുള്ള സൗകര്യങ്ങളാണ് അവിടെ കിട്ടുന്നത് അല്ലെ. പിന്നെ നോർമൽ ഡെലിവറീസ് എക്സെട്ര. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, നോർമൽ ഡെലിവറി ഒക്കെ ഇന്നിപ്പോ എവിടെയാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലൊക്കെ നടക്കണുണ്ടോ എന്ന് ചിന്തിക്കും. പണ്ടത്തെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പൊ സാധാരണ നോർമൽ ഡെലിവറി ആണെങ്കിൽ എല്ലാവരും എന്താണ്, നല്ല നല്ല ഹോസ്പിറ്റലിൽ പോയിട്ടാണ് എല്ലാവരും ചെയ്യുന്നത് അല്ലെ. അതേസമയം പണ്ട് കാലഘട്ടത്തിൽ അങ്ങനെ നോർമൽ ഡെലിവറിക്ക് വലിയ കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അത് ഒരു പ്രൈമറി കെയറിൽ പെടുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ പണ്ട് കാലങ്ങളിലൊക്കെ അതൊരു പ്രൈമറി ഹെൽത്ത് സെന്റർ ചെയ്യാവുന്ന ഒരു പ്രോസസ്സ് മാത്രമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്നത്തെ വെച്ച് നിങ്ങൾ ചിന്തിക്കരുത്, അങ്ങനെ ചിന്തിക്കരുത്. ഇന്നത്തെ എല്ലാവരും നല്ല നല്ല ഹോസ്പിറ്റലിൽ തന്നെയാണ്. നോർമൽ ഡെലിവറി ആണെങ്കിൽ കൂടി വലിയ വലിയ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് എല്ലാവരും ചെയ്യുന്നത് സേഫ്റ്റിയുടെ ഭാഗത്ത്. പണ്ടെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഡെലിവറിക്ക് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു. ഇത് പക്ഷെ കോംപ്ലിക്കേഷൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഇതിന്റെ കൂടെ അത് പറയുന്നുണ്ട് കേട്ടോ. നോർമൽ ഡെലിവറീസ് എക്സെട്ര ആർ കോൾഡ് പ്രൈമറി കെയർ ഹോസ്പിറ്റൽ. ക്ലിയർ ആണല്ലോ. അപ്പൊ ബേസിക് മെഡിക്കൽ കെയർ കൊടുക്കുന്ന അത്തരം ഹോസ്പിറ്റലുകളാണ്. എങ്ങനെയൊക്കെയുള്ളതാണ്? ഔട്ട് പേഷ്യൻ കൺസൾട്ടേഷൻ, വാക്സിനേഷൻ, അതുപോലെ സാധാരണ സീസണൽ ഇൻഫെക്ഷൻസിനുള്ള മെഡിസിൻസ്, നോർമൽ ഡെലിവറി, അങ്ങനെയുള്ള കേസുകളൊക്കെയാണ് അവിടെ പരിചരിക്കുന്നത് കേട്ടോ. നമുക്ക് ബേസിക് മെഡിക്കൽ കെയർ ആണ്. ഇനി എക്സാമ്പിള് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഇതിന് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുന്ന എക്സാമ്പിൾ ചോദിക്കും കേട്ടോ. ഇപ്പൊ എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് കെയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അങ്ങനെയാണ് ചോദിക്കാറ്. അപ്പൊ നോക്കാം, എല്ലാം ഗവൺമെന്റ് സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ഈ ഗവൺമെന്റ് സിസ്റ്റം പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് അഥവാ PHC, അവിടെ ഫുൾ ഫോമും കൂടെ പഠിച്ചു വെക്കുക കേട്ടോ. PHC എന്താണ്? പ്രൈമറി ഹെൽത്ത് സെന്റർ കേട്ടോ. പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ആണ് ദ ഹോസ്പിറ്റൽ that to provide primary care കേട്ടോ. PHC എന്ന് ഓർത്താൽ മതി. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളാണ് പ്രൈമറി കെയർ കൊടുക്കുന്നതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഇനി എന്താണ്? പ്രൈമറി കെയർ ഹോസ്പിറ്റൽസ് ആർ ദ സിമ്പിൾ ഓർഗനൈസേഷൻ വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലെ. പ്രൈമറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ ലിമിറ്റഡ് റിസോഴ്സുകളുള്ള ഓർഗനൈസേഷൻ. ക്ലിയർ ആണല്ലോ. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എക്സാമ്പിൾ പഠിച്ചു വെക്കാം കേട്ടോ. പ്രൈമറി കെയറിന്റെ എക്സാമ്പിൾ പ്രൈമറി ഹെൽത്ത് സെന്റർ ആണ്, PHC ആണ് എക്സാമ്പിൾ കേട്ടോ. ഓക്കെ, അടുത്തത് രണ്ടാമത് സെക്കൻഡറി കെയർ കേട്ടോ. ദ്വിതീയ പരിചരണം കൊടുക്കുന്ന, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കമ്പാരിസൺ ആണ് ഇവിടെ വരുന്നത് കേട്ടോ. പ്രൈമറി കെയറിനേക്കാൾ കുറച്ചും കൂടെ ഒരു പടി മുന്നിൽ അല്ലെ, ഒരു സ്റ്റെപ്പ് മുന്നിൽ ഒരു പരിചരണം കൊടുക്കുന്ന ഹോസ്പിറ്റലുകളാണ് അതിനകത്ത് വരുന്നുണ്ടാവുക. ദീസ് ആർ ദ ഹോസ്പിറ്റൽസ് that offer medical care which is one level higher than the primary care. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അതായത് പ്രൈമറി കെയറിനേക്കാളും ഒരു പടി മുന്നിൽ അഡ്വാൻസ്ഡ് കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകൾ
സെക്കൻഡറി കെയർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള സേവനങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. Such hospitals will offer the treatment such as general surgery, non-complex specialty surgeries, basic intensive care clinical procedure, cesarean delivery, etc. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ജനറൽ സർജറികൾ പൊതുവായിട്ട് നടക്കുന്ന സർജറി, വലിയ കോംപ്ലിക്കേഷൻ അല്ലാത്ത സർജറികൾ കേട്ടോ. അതുപോലെ നോൺ കോംപ്ലക്സ് സ്പെഷ്യാലിറ്റി സർജറികൾ, ഇപ്പൊ ഈ പറയുന്ന പോലെ നമ്മളെ ഡെന്റൽ റീസ്റ്റോറേഷൻ സർജറി ഒക്കെ ചെയ്യും, പല്ലിലൊക്കെ ചെയ്യുന്ന ചെറിയ ചെറിയ സർജറികൾ, അതുപോലെ തന്നെ നമ്മുടെ എന്താണ് കാറ്ററാക്ട് പോലുള്ള സർജറികളൊക്കെ, തിമിര ശസ്ത്രക്രിയകൾ, അതെന്ന് വെച്ചാൽ വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള സർജറികളൊന്നും ഇല്ല. അപ്പൊ അങ്ങനെയുള്ള നോൺ കോംപ്ലക്സ് ആയിട്ടുള്ള സ്പെഷ്യാലിറ്റി സർജറികൾ, പിന്നെ ബേസിക് ആയിട്ടുള്ള ഇന്റൻസീവ് കെയറിന്റെ തന്നെ ഒരു ബേസിക് ലെവല്, നമ്മൾ ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഓക്സിജൻ ലെവലൊക്കെ, ഓക്സിജൻ സാച്ചുറേഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക, ഹാർട്ട് റേറ്റ്, പൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുക. ആ രീതിയിലുള്ള ബേസിക് ആയിട്ടുള്ള ഇന്റൻസീവ് കെയർ, പിന്നെ സിസേറിയൻ ഡെലിവറി അങ്ങനെയുള്ള സേവനങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്, സെക്കൻഡറി കെയർ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം പ്രൈമറി കെയറിനേക്കാളും കുറച്ചും കൂടെ ഒരു പടി മുന്നിൽ കൂടിയ ഒരു പരിചരണമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കാം, നമുക്കിവിടെ എക്സാമ്പിളുകളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇനി ഗവൺമെന്റ് സിസ്റ്റത്തിലൂടെ തന്നെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, CHC കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലെ. CHCയുടെ ഫുൾ ഫോം എന്താണ്? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. താലൂക്ക് ആശുപത്രി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ സംഭവമാണ്. ഏകദേശം ഒരു 4 പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ കൂടുന്നതാണ് ഒരു CHC എന്ന് പറയുന്നത്. 4 to 5 കേട്ടോ, 4 5 ആണ് കേട്ടോ. ഒരു 4 5 പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ കൂടിയിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ അഥവാ CHC എന്ന് പറയുന്നത്. എക്സാമ്പിൾ പഠിച്ചു വെക്കുന്നു കേട്ടോ. CHC പിന്നെന്താണ്? ഡിവിഷണൽ ആൻഡ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്, ജില്ലാ ആശുപത്രികള്. ഈ ഡിവിഷണൽ എന്ന് പറയുന്നത് നമ്മുടെ CHC താലൂക്ക് ആശുപത്രിയാണ്, അതുപോലെ ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് ജില്ലാ ആശുപത്രിയാണ്. അതിന്റെ ഇടയില് കുറച്ചുകൂടെ കൂടുതൽ പോപ്പുലേഷന് കെയർ കൊടുക്കുന്ന ഒരു ലെവലാണ് ഡിവിഷണൽ ഹോസ്പിറ്റൽ. നമുക്ക് സബ് ഡിസ്ട്രിക്ട് എന്നൊക്കെ പറയാം, കുഴപ്പമില്ല, അതൊക്കെ ഏകദേശം ഒരുപോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. അപ്പൊ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ ഡിസ്ട്രിക്ട് ജില്ലാ ആശുപത്രികളൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? സെക്കൻഡറി കെയർ ഹോസ്പിറ്റലുകൾക്ക് എക്സാമ്പിൾ കേട്ടോ. ഓക്കെ, ദേ ആർ കൺസിഡർഡ് ആസ് എ സെക്കൻഡറി കെയർ ലെവൽ ഹോസ്പിറ്റൽസ്. പിന്നെ പറയുന്നത് സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസ് ആർ ബെറ്റർ റിസോഴ്സ്ഡ് ദാൻ ദ പ്രൈമറി ഹോസ്പിറ്റൽസ് അല്ലെ. പ്രൈമറി ഹോസ്പിറ്റൽസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തരം സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽ കുറേയും കൂടെ റിസോഴ്സസ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള സേവനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അല്ലെ. പിന്നെന്താണ്? ആൻഡ് ക്യാൻ ഹാൻഡിൽ എ ലാർജ് നമ്പർ ഓഫ് എമർജൻസി കേസസ്. അവർക്ക് കുറെ കൂടെ കൂടുതൽ എമർജൻസി കേസുകളൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. പിന്നെ ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഇനി അടുത്ത് പറയുന്നത്, അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. എന്താണ് പോയിന്റ്? മോസ്റ്റ് ഓഫ് ദി സ്മോൾ ആൻഡ് മിഡ് സൈസ്ഡ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ ഏർലിയർ സെക്ഷൻ ജനറലി ഓഫർ ദ സെക്കൻഡറി. പഠിച്ചില്ലേ, ഏത് സ്മോൾ ഹോസ്പിറ്റൽ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ പഠിച്ചില്ലേ? അതിലൊരു മെജോറിറ്റി സ്മോൾ ഹോസ്പിറ്റൽസും മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് കെയർ ആണ്? സെക്കൻഡറി ലെവൽ ഓഫ് കെയർ ആണ്. ചോദിക്കാം, മോസ്റ്റ് ഓഫ് ദ സ്മോൾ ഹോസ്പിറ്റൽസ് ആൻഡ് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ് ഓഫർ ഡാഷ് ടൈപ്പ് ഓഫ് കെയർ. ഏതാണ് ശരിക്കും? പറയുന്ന പോലെ കുറച്ചും കൂടെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെക്കൻഡറി ലെവൽ ഓഫ് കെയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതൊക്കെ ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നേരത്തെ സൈസിനെ ബേസ് ചെയ്ത് പറഞ്ഞില്ലേ, അതിൽ സ്മോൾ ഹോസ്പിറ്റലും മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസും എങ്ങനെയുള്ള പരിചരണങ്ങളാണ് കൊടുക്കുന്നത്? സെക്കൻഡറി കെയർ ലെവലാണ് അത് കൊടുക്കുന്നത്. സെക്കൻഡറി ലെവൽ ഓഫ് കെയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാം എന്നൊക്കെ പറയുന്നത് മോസ്റ്റ് ഓഫ് ദ മെജോറിറ്റി അങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ക്ലിയർ ആണല്ലോ? അപ്പൊ സെക്കൻഡറി കെയറിന്റെ എക്സാമ്പിൾ ഏതാണ് നമ്മൾ പഠിച്ചത്? CHC പഠിച്ചു, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്, ഡിവിഷണൽ ഹോസ്പിറ്റൽ. പ്രൈമറി കെയറിന് എക്സാമ്പിൾ ഏതാ പറഞ്ഞത്? PHC ആണ് കേട്ടോ. പ്രൈമറി ഹെൽത്ത് സെന്റർ ആണ്, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. ഓക്കെ, അടുത്തതാണ് ടെർഷ്യറി കെയർ കേട്ടോ. ടെർഷ്യറി കെയർ, ദീസ് ആർ ദ ഹോസ്പിറ്റൽസ് വിത്ത് ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ അല്ലെ. എന്താണ് മോസ്റ്റ് അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ? കുറേ കൂടെ അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ ആണ് ആര് പ്രൊവൈഡ് ചെയ്യുന്നത്? ടെർഷ്യറി കെയർ ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. ജനറലി they offer super specialty care which is required in the field of cardiac, neuro, nephro, cancer, etc.
ഇവിടെ എങ്ങനെയായിരിക്കും? സ്പെഷ്യാലിറ്റി കെയറുകളാണ് കൊടുക്കുന്നത്. ഓരോന്നിനും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കെയറുകളാണ് കൊടുക്കുന്നത് അല്ലെ. സൂപ്പർ സ്പെഷ്യാലിറ്റി കെയർ എന്ന് നമുക്ക് പറയാം. കാർഡിയാക് എന്ന് പറയുന്നത് എന്താണ്? ഹൃദയ സംബന്ധമായുള്ള പ്രശ്നങ്ങൾ മാത്രം സ്പെഷ്യൽ കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലാണ്. അപ്പൊ പ്രത്യേകം ഓരോ പ്രശ്നങ്ങൾക്കുമായിട്ട് പ്രത്യേകം കെയർ അവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ന്യൂറോ അല്ലെ, നാഡി സംബന്ധമായിട്ടുള്ളത് അല്ലെ. പിന്നെ നെഫ്രോ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അറിയാവുന്നവരൊന്ന് പറഞ്ഞേ. നെഫ്രോ എന്താണ്? കേട്ടിട്ടുണ്ടോ? നെഫ്രോ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ആർക്കും അറിയില്ല. കിഡ്നി. വെരി ഗുഡ്, കറക്റ്റ് ആണ്. രഹന കറക്റ്റ് ആണ്. കിഡ്നി അല്ലെ. കിഡ്നിയുമായിട്ട്, കുഞ്ഞു വെയിൻ അല്ല കേട്ടോ, കിഡ്നിയാണ് കേട്ടോ. നെഫ്രോ മീൻസ് കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ക്യാൻസർ എക്സെട്ര അല്ലെ. ഇങ്ങനെയുള്ളതിന് സ്പെഷ്യൽ ആയിട്ട് പ്രത്യേകം കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളായിരിക്കും. ഓക്കെ. പിന്നെ എന്താണ് പറയുന്നത്? ടെർഷ്യറി കെയർ ഹോസ്പിറ്റൽസ് വിൽ ഹാവ് മോസ്റ്റ് അഡ്വാൻസ്ഡ് എക്യുപ്മെന്റ് ആൻഡ് ഡോക്ടേഴ്സ് ലെവൽ ഓഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പെർട്ടൈസ് അല്ലെ. നമുക്കറിയാലോ, ടെർഷ്യറി കെയർ എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ്, അതുപോലെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പെർട്ട് ആയിട്ടുള്ള പ്രൊഫഷണൽ ഡോക്ടേഴ്സുകളായിരിക്കും അവിടെ എന്ത് കൊടുക്കുന്നുണ്ടാവുക? പരിചരണങ്ങൾ കൊടുക്കുന്നുണ്ട്. അതായത് സ്പെഷ്യലൈസ്ഡ് ഈ MD ഒക്കെ എടുത്തിട്ടുള്ള ആൾക്കാരായിരിക്കും സ്പെഷ്യലിസ്റ്റുകളായിരിക്കും അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവുക? പരിചരണങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ നോക്കിക്കേ, the operation theaters and ICU of such hospitals will typically be state of art. ഓക്കെ, എന്താ പറയുന്നത്? അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളെ ഓപ്പറേഷൻ തിയേറ്ററുകൾ, ICU അതൊക്കെ എന്തായിരിക്കും? ടിപ്പിക്കലി സ്റ്റേറ്റ് ഓഫ് ആർട്ട്. സ്റ്റേറ്റ് ഓഫ് ആർട്ട് എന്ന് പറഞ്ഞൊരു പ്രയോഗമാണ്. സ്റ്റേറ്റ് ഓഫ് ആർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ഏറ്റവും അത്യാധുനികമായിട്ടുള്ള സൗകര്യങ്ങളോടുകൂടി സജ്ജമാക്കിയിട്ടുള്ള ICU അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററുകൾ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും അത്യാധുനിക സാങ്കേതിക വിദ്യകളോട് കൂടിയിട്ടുള്ള അത്തരം സന്നാഹങ്ങളും സജ്ജീകരിച്ചിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്ററുകൾ, ICU ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. അതാണ് അവിടെ സ്റ്റേറ്റ് ഓഫ് ആർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇൻ ഗവൺമെന്റ് സിസ്റ്റം, വീണ്ടും നമ്മൾ ഗവൺമെന്റ് സിസ്റ്റത്തിലൂടെയാണ് എക്സാമ്പിളുകൾ നോക്കിക്കാണുന്നത് കേട്ടോ. ഇതാണ് എക്സാമ്പിൾ. മെഡിക്കൽ കോളേജ്. മെഡിക്കൽ കോളേജ് ആണ് കേട്ടോ. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽസ് ആണ് ടെർഷ്യറി കെയറിൽ. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലുകളാണ് ടെർഷ്യറി കെയർ ഹോസ്പിറ്റലുകളുടെ എക്സാമ്പിൾ ആയിട്ട് പഠിക്കും. ഓക്കെ, ഇവിടെ എക്സാമ്പിൾ പഠിച്ചു വെക്കാം. പ്രൈമറി കെയർ ആകുമ്പോൾ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ. സെക്കൻഡറി കെയറിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് PHC കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററില്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, ജില്ലാ ആശുപത്രികള്, ഡിവിഷണൽ ഹോസ്പിറ്റൽ. പിന്നെ ടെർഷ്യറി കെയറിന് ഏത് എക്സാമ്പിൾ പറഞ്ഞത്? മെഡിക്കൽ കോളേജ് ആണ്. മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ സെറ്റപ്പുകളും ഉണ്ടായിരിക്കും, എല്ലാ സ്പെഷ്യാലിറ്റികളും ഉണ്ടായിരിക്കും. ഡോക്ടേഴ്സ് ആവാൻ പഠിക്കുന്ന ആളുകളും എല്ലാവരും ഉണ്ടായിരിക്കും, പ്രൊഫസേഴ്സ് എല്ലാവരും ഉണ്ടായിരിക്കും. അത്രയും ഒരു ലെവൽ ഓഫ് കെയർ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മള് ലെവൽ ഓഫ് കെയറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനും അതിന്റെ എക്സാമ്പിളുകളുമാണ് നമ്മളിവിടെ കണ്ടത്. ഇത് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? ഓക്കെ, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ക്ലാസ് ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കുന്നില്ല. ചിലപ്പോ ഇപ്പൊ ഇത്ര വലിയ ബോറടി തോന്നില്ല. ചില ചാപ്റ്ററുകളൊക്കെ കേൾക്കുമ്പോ ഭയങ്കര ട്രൈ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും കേട്ടോ. അതല്ല ബോറടി തോന്നാം. കുഴപ്പമില്ല, ഇടയ്ക്ക് ബോറടിക്കാണെങ്കിൽ പറയാം. അപ്പൊ നമുക്കൊരു 2 മിനിറ്റ് ഒക്കെ നമുക്കൊന്ന് ബ്രേക്ക് ഒക്കെ എടുത്ത് നമുക്ക് ക്ലാസ് എടുക്കാം. കണ്ടിന്യൂസ് കേൾക്കുമ്പോൾ കുഴപ്പമില്ല. ഇപ്പൊ നെക്സ്റ്റ് ഇംഗ്ലീഷ് ക്ലാസ് ആണ്. ഇംഗ്ലീഷ് ക്ലാസ് ആകുമ്പോൾ അപ്പൊ കുറച്ച് നിങ്ങൾക്ക് നല്ല റിലാക്സ് ആയിരിക്കും കേട്ടോ. ഇംഗ്ലീഷ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾ മാക്സിമം അറ്റൻഡ് ചെയ്യണം കേട്ടോ. അത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മളിപ്പോ എന്ത് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കമ്മ്യൂണിക്കേഷൻ ആണ്. നമുക്ക് എല്ലാ ഐഡിയയും ഉണ്ട്, എല്ലാ അറിവും എല്ലാം ഉണ്ട്. പക്ഷെ നമുക്കത് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ലാംഗ്വേജ് ബുദ്ധിമുട്ടാണ്. അത് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം, അത് ശ്രമിക്കണം കേട്ടോ. അപ്പൊ അതുകൂടി ഇതിന്റെ ഒരു ഭാഗമായിട്ട് കാണിക്കും. ഇതിനൊക്കെ മുമ്പെല്ലാം ഇംഗ്ലീഷിലായിരിക്കും ചോദിക്കുന്നത് പറയുന്നത്. അങ്ങനെ നല്ലോണം ഇപ്പൊ തന്നെ പഠിച്ചങ്ങനെ നോക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തതും കൂടി ജസ്റ്റ് ഒന്ന് പറയാം. എളുപ്പമുള്ള കാര്യമാണ് കേട്ടോ, എളുപ്പമുള്ള ഭാഗങ്ങളാണ്, അതുകൊണ്ടാണ് എടുക്കുന്നത് കേട്ടോ. ഇതും കൂടെ ഒന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. മൂന്നാമത്തെ എന്താണ്? ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി ആണ് കേട്ടോ. അതാണ് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി. നമുക്ക് മൂന്നാമത്തെ ഫാക്ടറാണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുൻവർഷ ക്വസ്റ്റ്യൻസിലൊക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ. ബെഡികളുടെ എണ്ണം,
എക്സാമ്പിളുകൾ, ഒരു എക്സാമ്പിൾ തന്നിട്ട് ഏത് ടൈപ്പ് ഓഫ് കെയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ എടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ നിങ്ങൾ ശരിയാക്കണേ. പിന്നെ അടുത്ത് എന്താണ് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ് കേട്ടോ. നോക്കിക്കേ, ഹോസ്പിറ്റൽസ് ക്യാൻ ആൾസോ ബി ക്ലാസിഫൈഡ് ഓൺ ദി ബേസിസ് ഓഫ് ദി ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി ദേ ഓഫർ. അല്ലെ, നമ്മൾ പറഞ്ഞു ഓരോ ഹോസ്പിറ്റലുകളും അവർ ഓഫർ ചെയ്യുന്ന ചില സ്പെഷ്യലൈസ്ഡ് കെയർ ഉണ്ട് അല്ലെ. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്തു. അതാണ് ഫോർ എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഹോസ്പിറ്റൽസ് വിച്ച് ഓഫർ കാർഡിയാക് കെയർ ആർ ക്ലാസിഫൈഡ് ആസ് എ കാർഡിയാക് ഹോസ്പിറ്റൽ അല്ലെ. ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കാണ് പ്രത്യേക പരിചരണം കൊടുക്കുന്നതെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം, കാർഡിയാക് ഹോസ്പിറ്റൽ എന്ന് പറയാം. അപ്പൊ നമ്മൾ അങ്ങനെയാണ് തിരിക്കുന്നത്, കാർഡിയാക് ഹോസ്പിറ്റൽ അല്ലെ. അതുപോലെ വിച്ച് പ്രൊവൈഡ് ക്യാൻസർ ആർ ക്ലാസിഫൈഡ് ആസ് ഓങ്കോ ഹോസ്പിറ്റൽ അല്ലെ. ക്യാൻസറിന് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്യാൻസർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പ്രത്യേക പരിചരണം കൊടുക്കുന്ന ഹോസ്പിറ്റലിൽ നമുക്ക് ഓങ്കോളജി, ചില ഇനിയുള്ള ടേമുകളൊക്കെ പഠിച്ചു പോകണം കേട്ടോ. ഇത് നിങ്ങൾ ഓരോ ചാപ്റ്ററുകൾ വരുമ്പോൾ പുതിയ പുതിയ ഇങ്ങനെയുള്ള ടേമുകളൊക്കെ പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് അതുമായിട്ട് വളരെ ഫെമിലിയർ ആയിരിക്കണം. ഓങ്കോളജി നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഇനി ശ്രദ്ധിക്കാൻ തുടങ്ങും. ഇതൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ അവിടെ പോകുമ്പോൾ ശ്രദ്ധിക്കും നിങ്ങൾ. ഓങ്കോ ഹോസ്പിറ്റൽ, ഓങ്കോളജി എന്ന് പറയുന്നത് എന്താണ്, ക്യാൻസർ ആണ് അല്ലെ. ക്യാൻസർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പ്രത്യേക പരിചരണം കൊടുക്കുന്ന ഓങ്കോ ഹോസ്പിറ്റൽ, ക്യാൻസർ സെന്റർ, RCC പോലെയുള്ള ഓങ്കോ ഹോസ്പിറ്റലുകൾ അല്ലെ. അതിനൊക്കെ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പിന്നെന്താണ്, എ ഹോസ്പിറ്റൽ ക്യാൻ ഓഫർ അലോങ് ഓർ സ്പെഷ്യാലിറ്റി നേമിലി സിംഗിൾ സ്പെഷ്യാലിറ്റി ഓർ മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി. എങ്ങനെയാണ് നമ്മൾ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ തരംതിരിക്കുന്നത്, സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ഇങ്ങനെയാണ് നമ്മൾ തരംതിരിക്കുന്നത് അല്ലെ. സിംഗിൾ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇപ്പൊ നമ്മുടെ ഈ ഐ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലുകൾ നമ്മൾ ഓർത്താൽ മതി, മാസ്റ്റർ ഐ കെയർ പോലുള്ള ഹോസ്പിറ്റലുകൾ, അതൊക്കെ എന്താണ് സിംഗിൾ സ്പെഷ്യാലിറ്റി ആണ്. കണ്ണ് സംബന്ധമായിട്ടുള്ള എല്ലാവിധ പ്രശ്നങ്ങളും എന്താണ് അതിന് വേണ്ടിയിട്ട് മാത്രം പരിചരണങ്ങൾ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളാണ്. എന്താണ് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ ഷാൻസ്, ഇങ്ങനെയല്ലേ നമ്മുടെ ക്ലാസ് തുടങ്ങിയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ എടുത്തത് ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ, ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ. ഓക്കെ, ഇതിപ്പോ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ഞാൻ എടുത്തത്. പിന്നെ അടുത്തത് പിന്നെ എനിക്കൊന്ന് രമ്യ മിസ് ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തില്ലേ, ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്തില്ലേ. അപ്പൊ മൊത്തം 3 ചാപ്റ്ററുകളാണ് ഇപ്പൊ ഉള്ളത് നിലവിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ എന്താണ് അപ്പൊ സിംഗിൾ സ്പെഷ്യാലിറ്റി ഓർ മൾട്ടി സ്പെഷ്യാലിറ്റി. മൾട്ടി സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എന്താണ്, മൾട്ടി സ്പെഷ്യാലിറ്റി പല പല സ്പെഷ്യാലിറ്റികൾ ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ കൊച്ചിയിലൊക്കെ ആണെങ്കിൽ രാജഗിരി ഹോസ്പിറ്റല്, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ ആശ്രം യൂണിവേഴ്സിറ്റി, അങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ കാർഡിയാക് വിഭാഗം ഉണ്ട് അല്ലെ. കാർഡിയാക് വിഭാഗം ഉണ്ട്, നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പൾമനോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ഓരോരുത്തരും പ്രത്യേക സ്പെഷ്യലൈസ്ഡ് കെയർ കൊടുക്കുന്ന ഓരോരോ ഡിപ്പാർട്ട്മെന്റ് അവിടെയുണ്ട്. അതാണ് മൾട്ടി സ്പെഷ്യാലിറ്റി. മൾട്ടി എന്ന് പറയുന്നത് എന്താണ്, കൂടുതലാണ് അല്ലെ. അപ്പൊ അവിടെ തന്നെ ഉണ്ട് അല്ല, ഓരോന്നിനും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. നിങ്ങൾ ഓർക്കാം, ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിനെ ബേസ് ചെയ്തിട്ട് സിംഗിൾ സ്പെഷ്യാലിറ്റി എന്നും മൾട്ടി സ്പെഷ്യാലിറ്റി എന്നാണ് നമ്മൾ തരംതിരിക്കുന്നത് കേട്ടോ. ഇത്രയുള്ളൂ അതിനകത്ത് മനസ്സിലാക്കാൻ. പിന്നെ നോക്കിക്കേ, ആൾസോ ഡിപെൻഡിങ് അപ്പോൺ ദ സ്പെഷ്യാലിറ്റി ദാറ്റ് എ ഹോസ്പിറ്റൽ ഓഫേഴ്സ് ദ ടൈപ്പ് ഓഫ് റിസോഴ്സസ് ആൻഡ് ഇറ്റ്സ് ഓർഗനൈസേഷൻ. അതൊരു നല്ലൊരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഓരോ ഹോസ്പിറ്റലും അവർ ഓഫർ ചെയ്യുന്ന സ്പെഷ്യാലിറ്റിക്ക് അനുസരിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ ആ ഒരു റിസോഴ്സുകളും ആ ഒരു ഓർഗനൈസേഷനും നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളത്. എന്ന് പറഞ്ഞാല് ഒരു എക്സാമ്പിൾ പറയാമോ, ഒരു കാർഡിയാക് ഹോസ്പിറ്റൽ ആണെങ്കിൽ ഒരു കാർഡിയാക് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്താണ്, അതിന് കാത്ത് ലാബ് ഉണ്ടായിരിക്കണം അല്ലെ. കാർഡിയാക് ഹോസ്പിറ്റൽ വേണ്ടിയിട്ട് കാത്ത് ലാബ് ആൻഡ് കാർഡിയാക് ഐസിയു അല്ലെ. ഒരു ഹൃദയ സംബന്ധമായ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അവർക്ക് എന്ത് വേണം, ഒരു കത്തീറ്റർ ലാബ് വേണം. കത്തീറ്റർ ലാബ് എന്ന് പറയുന്നത് മറ്റേ നമ്മുടെ ഈ ബ്ലോക്ക് ഒക്കെ ചെയ്യുന്ന ആൻജിയോപ്ലാസ്റ്റി അങ്ങനെയൊക്കെ ചെയ്യുന്ന കത്തീറ്റർ ലാബ് വേണം. കാർഡിയാക് ഐസിയു ഉണ്ടായിരിക്കണം. ഓങ്കോ ഹോസ്പിറ്റലിലാണെങ്കിൽ എന്തുണ്ടായിരിക്കണം, റേഡിയേഷൻ തെറാപ്പി യൂണിറ്റ് ഉണ്ടാവും അല്ലെ. അപ്പൊ ഓരോ ഹോസ്പിറ്റലിന്റെ സ്പെഷ്യാലിറ്റിക്ക് അനുസരിച്ചുകൊണ്ടാണ് അവിടുത്തെ റിസോഴ്സുകളൊക്കെ നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇത് വേണമെങ്കിൽ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടെ പറയാം. അൺമ്യൂട്ട് ചെയ്യാണ്. എന്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്റെ ക്ലാസ് ക്ലിയർ ആണോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ.
ഓക്കെ, കുഴപ്പമില്ലല്ലോ. എളുപ്പമുള്ള കാര്യങ്ങളാണ് പഠിച്ചത് കേട്ടോ. ആർക്കും ഡൗട്ട് ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു.